സ്റ്റാർട്ട് ചെയ്യട്ടെ? Yes, ഓക്കെ yes. ഓക്കെ. അപ്പൊ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അത് ലാസ്റ്റ് നമുക്ക് സെഷൻ കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഡിസ്കഷൻ ഡൗട്ട് എന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന ഇടയിൽ എന്താ പറയാ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. അൺനെസസറി ആയിട്ടുള്ള നോയ്സസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത് നിൽക്കുക. അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും കേൾക്കാൻ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ വെബിനാറിലോട്ട് പോകാം. അപ്പൊ ഇന്ന് എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഇത്രയും പേര് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒബ്വിയസ്ലി GIS എന്താണ്, GISന്റെ സാധ്യതകൾ എന്താണ്. ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റ്. സോറി. അപ്പൊ GIS എന്താണ്, GISന്റെ സ്കോപ്പ് എന്താണ്, നിങ്ങൾക്ക് GIS ഒരു കരിയർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതിന് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെയുള്ള കുറെ ഡൗട്ട്സ് ഉണ്ട്. എല്ലാവരും വിചാരിക്കുന്ന GIS എന്ന് പറയുന്നത് ന്യൂജൻ കോഴ്സ് ആയിട്ടാണ് നമ്മളെല്ലാവരും കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഓൾറെഡി GIS എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് 63 മുതലേ GIS ഉണ്ട്. പക്ഷെ നമ്മൾ അത്ര ഫെമിലിയർ അല്ല. അപ്പൊ GISന്റെ കുറെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ വെബിനാർ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സിയറ്റ്നയുടെ പേജസ് ഫോളോ ചെയ്യുമ്പോഴോ ഇതിലൊക്കെ GIS എന്താന്നുള്ള ഡൗട്ട്സ് നോർമലി വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് GIS എന്താണ്, നമുക്ക് GISന്റെ ഫുൾ ഹിസ്റ്ററിയും ഫുൾ ബയോഡാറ്റയും ഇന്നൊരു ദിവസം കൊണ്ട് ഒരു 1 അവർ നമുക്ക് എന്തായാലും സമ്മപ്പ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ GIS എന്താണ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ട്, PPT സ്ലൈഡ് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുന്നില്ല എല്ലാവർക്കും? ഉണ്ട് കാണുന്നുണ്ട്. Yes, 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 ഓക്കെ yes. ഓക്കെ, താങ്ക് യു. അപ്പോൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് അനലൈസസ് ആൻഡ് ഡിസ്പ്ലേസ് ജിയോഗ്രഫിക്കലി റെഫറൻസ്ഡ് ഇൻഫർമേഷൻ. അപ്പൊ ഇതിൽ പറയുന്ന സംഭവം കുറച്ച് ടഫായിട്ട് തോന്നും. സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജിയോഗ്രഫിക്കലി റെഫറൻസ്ഡ് ഇൻഫർമേഷൻ എന്താന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഞാൻ എന്റെ വില്ലേജിന്റെ മാപ്പ് വരയ്ക്കുകയാണ്. എനിക്ക് എന്റെ വില്ലേജിൽ എന്തൊക്കെയാണ്, അതായത് പഞ്ചായത്ത് ഓഫീസ് എവിടെയാണ്, താലൂക്ക് എന്റെ ഹോസ്പിറ്റൽസ് എവിടെയാണുള്ളത്, അതുപോലെ മേജർ ആയിട്ടുള്ള സ്കൂൾസ് എവിടെയാണുള്ളത്, ഗവൺമെന്റ് സ്കൂൾ ഉണ്ടോ, പബ്ലിക് സ്കൂൾസ് ഏതെങ്കിലും ഉണ്ടോ അതറിയണം. അതുപോലെ പെട്രോൾ പമ്പ് എവിടെ, അങ്ങനത്തെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെഞ്ച് മാർക്സ് ഉണ്ടാവില്ല, അത് എവിടെയൊക്കെയാ ഉള്ളത് എന്നൊക്കെ എനിക്ക് മാപ്പ് ചെയ്യണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ വീട് മാപ്പ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. റോഡ് മാപ്പ് ചെയ്യാം, എത്ര പോപ്പുലേഷൻസ് ഉണ്ട് എന്നുള്ള ഡാറ്റ ഒക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ അക്വയർ ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് വില്ലേജ് മാപ്പാണ്. വില്ലേജിൽ എനിക്ക് വില്ലേജിന്റെ ബൗണ്ടറി വേണം, അതിന്റെ ഉള്ളിലുള്ള ബിൽഡിങ്സും അതിന്റെ ഉള്ളിലുള്ള റോഡും അങ്ങനെ എല്ലാ പരിപാടികളും എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വേണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പെയിന്റ് എന്ന് പറഞ്ഞൊരു ആപ്പ്, നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാകുന്ന പെയിന്റ് ആപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന ഒരു ബൗണ്ടറി ഒക്കെ വരച്ചു, അതിനുള്ളിൽ കുറച്ച് ബിൽഡിങ്സും കുറച്ച് കുത്തിട്ട് സ്കൂളൊക്കെ ഇട്ട അത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മാപ്പ് ആണെന്ന് പറയാം. പക്ഷെ ആ മാപ്പ് നമ്മൾ എർത്ത് കോർഡിനേറ്റ്സിനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിയൽ വേൾഡിനായിട്ടോ ഒരു മാച്ചും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഗൂഗിളിൽ ഇപ്പൊ നമ്മൾ അടിക്കുകയാണ്, നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. ജസ്റ്റ് ഇപ്പൊ ഞാൻ കാലിക്കറ്റ് അല്ലെങ്കിൽ സിയറ്റ്ന എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് എനിക്ക് സിയറ്റ്നയുടെ ലൊക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ മാപ്പ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ ലൊക്കേഷൻ അവിടെ പ്രോപ്പർ ആയിട്ട് എനിക്ക് കിട്ടാൻ കാരണം എന്തായിരിക്കും? അതും ഞാനിപ്പോ നിൽക്കുന്ന ലൊക്കേഷനും എനിക്ക് പോകാനുള്ള ലൊക്കേഷനും ഗൂഗിൾ മാപ്പ് ആക്സസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഫാസ്റ്റസ്റ്റ് റൂട്ട് ഏതാണ്, നമുക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന റൂട്ട് ഏതാ, ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ട് എന്നുള്ള അതിന്റെ നോട്ടിഫിക്കേഷൻസും, എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ വേറെ റൂട്ട് ഏതാണ് എന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ ഡാറ്റ അവർക്ക് എങ്ങനെയാ കിട്ടുന്നത്?
അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലൊക്കേഷണൽ ഡാറ്റ. അതായത് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും. നമ്മളെ എർത്തിലെ ഓരോ ഒബ്ജക്റ്റിനും, അത് മാൻമെയ്ഡ് ആവട്ടെ അല്ലെങ്കിൽ നാച്ചുറലി ഉണ്ടാവണാവട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഉണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു പേപ്പർ ഷീറ്റ് ആണ്. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ജിയോഗ്രഫിക്കലി റെഫറൻസ്ഡ് ഇൻഫർമേഷൻ. അതായത് നമ്മുടെ എർത്തിന്റെ കോർഡിനേറ്റ്സ്, അത് എന്തും ആവട്ടെ, ബിൽഡിംഗ് ആവട്ടെ, ട്രീസ് ആവട്ടെ, അല്ലെങ്കിൽ റോഡ് ആവട്ടെ, വാട്ടർ ബോഡി ആവട്ടെ, എനി ഫീച്ചർ, ആ എർത്ത് കോർഡിനേറ്റ്സിനെ നമ്മുടെ മാപ്പ് കോർഡിനേറ്റ്സ് ആയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ജിയോഗ്രഫിക്കലി റെഫറൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ. അതായത് ജസ്റ്റ് ഒരു മാപ്പ് ഉണ്ടാക്കിയാൽ പോരാ, നമുക്ക് നമ്മുടെ എർത്തിലെ ഫീച്ചറിനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള കോർഡിനേറ്റ്സ്, എർത്ത് കോർഡിനേറ്റ്സിനായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള മാപ്പ് ഉണ്ടാക്കണം. ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരു മാപ്പ് അല്ല, നമുക്ക് പ്രോപ്പർ അതെവിടെയാണ്, ആ മാപ്പിലുള്ള ഓരോ ഫീച്ചേഴ്സും നമ്മുടെ റിയൽ വേൾഡില്, നമ്മളെ എർത്തില് എവിടെയാണ് ഉള്ളത്, അതിന്റെ പ്രോപ്പർ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. റാൻഡം ആയിട്ട് വരയ്ക്കണമെങ്കിൽ റാൻഡം ആയിട്ട് വരയ്ക്കാം, ബട്ട് അത് GIS അല്ല. GIS ആണെന്നിട്ട് അതിൽ തന്നെ ഉണ്ട് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ റെഫറൻസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം. അപ്പൊ ജസ്റ്റ് ഒരു റാൻഡം ഡാറ്റ അല്ല, ജിയോഗ്രഫിക്കലി റെഫറൻസ്ഡ് ഡാറ്റ. അതെന്ന് പറഞ്ഞ ഒന്നുമില്ല, വൺസ് അഗൈൻ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഉള്ള നമ്മുടെ എർത്ത് കോർഡിനേറ്റ്സിനായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന മാപ്പ് കോർഡിനേറ്റ്സ്. ഈ ഡാറ്റനെ അനലൈസ് ചെയ്യുക. അതായത് അത് എന്താണ്, ബിൽഡിംഗ് ആണോ, അഗ്രികൾച്ചർ ആണോ, എന്താ പറയുക, പ്ലാൻ, വാട്ടർ ബോഡി ആണോ, ആക്സസിബിലിറ്റി, അതായത് ട്രാൻസ്പോർട്ടേഷൻ ആണോ, അങ്ങനെ എന്താണോ ആ ഡാറ്റ, അത് എന്താണ്, അതിനെ അനലൈസ് ചെയ്യുക. പിന്നെ ഫൈനൽ ആയിട്ട് നമ്മൾ നല്ല ഭംഗിയിൽ ഒരു മാപ്പ് അയച്ച് നമ്മൾ ഡിസിഷൻ സപ്പോർട്ട് മേക്കേഴ്സിന്, അതിനുശേഷം നമ്മളിപ്പം ഈ മാപ്സുകളൊക്കെ ഉണ്ടാക്കുന്നവരെയാണ് നമ്മുടെ പ്രോസസ്സ്, നമ്മളുടെ കയ്യിൽ അതേ ഒതുങ്ങുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മാപ്പ് എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്, എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്, അത് ഒബ്വിയസ്ലി ഡിസിഷൻ മേക്കേഴ്സിന്റെ കയ്യിലാണ്. അപ്പം അവർക്ക് നമ്മൾ നല്ല ഭംഗിയിൽ ഡിസ്പ്ലേ ചെയ്ത്, നല്ല ഭംഗിയിൽ വിഷ്വലൈസ് ചെയ്ത് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ നമുക്കൊരു ഡാറ്റ കിട്ടും, ആ ഡാറ്റയെ നമ്മൾ നല്ല ഭംഗിയിൽ അനലൈസ് ചെയ്ത് ഓരോ ഡാറ്റാസ് ഉണ്ടാക്കിയിട്ട് അത് ജസ്റ്റ് മാപ്പ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് GIS. അപ്പൊ ഇപ്പോഴും ഡൗട്ട് ഉണ്ടാവും, അതെങ്ങനെ കൊടുക്കും, ഇത് എന്ത് ഡാറ്റയാ, അത് എവിടെ നിന്നാ കിട്ടുന്നത്, ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഓരോ സ്ലൈഡ് ആയിട്ട് പോവാം. ഇങ്ങനെ എന്താ പറയാ, എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് ഇതാക്കിയാൽ നമ്മുടെ മണ്ടയ്ക്ക് കയറില്ല. അപ്പം മെല്ലെ മെല്ലെ നമുക്ക് ബ്രേക്ക് ഡൗൺ ആക്കിയിട്ട് പോവാം. അപ്പൊ ഒന്നുകൂടെ ഇവിടെ ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, GIS ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂൾ. ഒരു ടൂളാണ്, നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ടൂളാണ് GIS. ദാറ്റ് ഹെൽപ്പ് us ടു സ്റ്റോർ ചെയ്യാൻ. എന്തിനെ സ്റ്റോർ ചെയ്യാൻ? ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ, ഡാറ്റനെ അനലൈസ് ചെയ്യാൻ, ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് നല്ല ഭംഗിയിലുള്ള ഒരു ഇമേജ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു മാപ്പ് ആക്കിയിട്ട് നമുക്ക് തരും, റിലേറ്റഡ് ടു ലൊക്കേഷൻ ഓൺ എർത്ത്. എർത്തിലുള്ള ഓരോ ലൊക്കേഷനിലുള്ള ഓരോ ഫീച്ചേഴ്സിന്റെയും ഇൻഫർമേഷൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് അനലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു ടൂളാണ് GIS എന്ന് പറഞ്ഞാല്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന ഒരു സിറ്റി പ്ലാനർ, നിങ്ങൾ ഒരു സിറ്റി പ്ലാനർ ആണ് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ന്യൂ ബിൽഡിംഗ് അല്ലെ, ന്യൂ പബ്ലിക് പാർക്ക് ഉണ്ടാക്കണം. പബ്ലിക് പാർക്ക് തന്നെ ആവണമെന്നില്ല. ഇപ്പോ എനിക്കൊരു പുതിയ ഐസ്ക്രീം ഷോപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പ്, എനി പർപ്പസ്, ബിസിനസിന്റെ പർപ്പസിൽ മാത്രമല്ല, എന്താണ്, നിങ്ങൾക്ക് ഒരു പുതിയ വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയൊരു സ്കൂൾ ഉണ്ടാക്കണം, അങ്ങനെ എന്തോ നിങ്ങളുടെ പർപ്പസ് ആവട്ടെ. അപ്പൊ അതിലെങ്ങനെ GIS ഹെൽപ്പ് ചെയ്യും? അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു പബ്ലിക് പാർക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഞാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഐസ്ക്രീം പാർക്ക്, എന്തോ ആവട്ടെ ഞാൻ ഉണ്ടാക്കുകയാണ്. ആ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് ഡാറ്റാസ് വേണം. റാൻഡം ആയിട്ട് എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം പോയിട്ട് അവിടെ കമ്പും പോലും കുത്താൻ പറ്റില്ല. അപ്പൊ എനിക്ക് എന്റെ പ്രോപ്പർ ആയിട്ട് ഡാറ്റ വേണം. എനിക്ക് എന്താ പറയാ, ഞാനിപ്പോ ഒരു ബിൽഡിംഗ് എന്തെങ്കിലും പുതിയതായി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, സോറി, എന്റെ വീടിന്റെ ഇപ്പുറം അപ്പുറം ആയിരിക്കില്ല നോക്കുക, കുറേ ദൂരെയുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പൊ ആ ഏരിയയിലേക്ക് എനിക്ക് പോകാൻ പറ്റണമെന്നില്ല. പറ്റും, നമുക്ക് വണ്ടി വിളിച്ചാൽ പോവാം, പക്ഷെ അങ്ങനെ പോയി ചെയ്യാണ്ട് നമുക്ക് ഇവിടെ തന്നെ നമ്മളെ മുന്നിൽ തന്നെ നമുക്ക് റിയൽ വേൾഡിനെ മാപ്പ് ചെയ്യാൻ പറ്റും, ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലാണ് GIS ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ GIS എന്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ ഓൾറെഡി ഇപ്പം ഞാനിപ്പോ ഒരു കാലിക്കറ്റ് ഒരു കുഞ്ഞൊരു ഏരിയ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പം മലപ്പുറത്തെ ഒരു കുഞ്ഞൊരു പഞ്ചായത്തോ എന്തെങ്കിലും ഒരു പഞ്ചായത്ത് എടുക്കുമ്പോൾ, ആ പഞ്ചായത്തിലാണ് ഞാനൊരു പബ്ലിക് പാർക്കോ അല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്പോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം എന്ത് ചെയ്യും, അവിടെ എത്ര എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എത്ര ഷോപ്സ് ഉണ്ട് എന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യും. ആ ഡാറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കഷ്ടപ്പെട്ട് ഓരോ ലൊക്കേഷനിലും പോയിട്ട് അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐസ്ക്രീം ഷോപ്സ് ഒന്ന് അടിച്ചാൽ മതി, നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ സാറ്റലൈറ്റ് ഇമേജ് ഒന്ന് റൺ ചെയ്താൽ
നമുക്ക് ഓരോന്നിന്റെ ലേബൽ അടക്കം നമുക്ക് കിട്ടും. അപ്പൊ അവിടെ എത്ര എക്സിസ്റ്റിംഗ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അവിടുത്തെ പോപ്പുലേഷൻ വിത്ത്, അതായത് ഫീമെയിലിന്റെ എത്രയുണ്ട്, മെയിലിന്റെ എത്ര കൗണ്ട് ഉണ്ട്, അതുപോലെ അതിൽ തന്നെ ഏജ് കാറ്റഗറൈസ്, യങ്സ്റ്റേഴ്സ് എത്ര പേരുണ്ടാവും, കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ എത്രയുണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഡാറ്റയും നമുക്ക് വേണം. പിന്നെ അതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു പാർക്കോ എന്ത് ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എംറ്റി ലാൻഡ് വേണം. അല്ലാണ്ട് ഓൾറെഡി അവിടെ ബിൽഡിങ്സും ഓൾറെഡി അവിടെ കൺസ്ട്രക്ഷനും ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു എംറ്റി ലാൻഡ് വേണം. ഇപ്പൊ എംറ്റി ലാൻഡ്സ് എവിടെയുള്ളത്? അതുപോലെ ആക്സസിബിലിറ്റി, അതായത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ പാർക്കിലോട്ടുള്ള റോഡ്സ്, അവിടെ റോഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റോഡ് ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാൽ നമുക്ക് എന്തായാലും എത്തിപ്പെടാനും പറ്റില്ല, ആൾക്കാർക്ക് അതൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവില്ല. പിന്നെ ബസ് സ്റ്റോപ്സ്, നിയർ ബൈ ഉള്ള ബസ് സ്റ്റോപ്സ്, അങ്ങനത്തെ ആക്സസിബിലിറ്റീസ് നമുക്ക് അറിയണം. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷന്റെ ഡാറ്റ നമുക്ക് വേണം. പിന്നെ അതുപോലെ അനലൈസ് ഫ്ലഡ് സോൺസ് ഓർ എൻവയോൺമെന്റൽ ഇമ്പാക്ട്. അത് പറഞ്ഞ ഒന്നുമില്ല, നമ്മളിപ്പോ ഒരു ഏരിയ ചൂസ് ചെയ്യാണ്, ഇവിടെയാണ് എനിക്ക് എന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ആ ഏരിയക്ക് എന്തെങ്കിലും ഡിസാസ്റ്റർ വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉള്ള ഏരിയ ആണോ, അല്ലെങ്കിൽ ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഫ്ലഡ് കൂടുതൽ നടന്ന ഏരിയ ആവാം, ലാൻഡ് സ്ലൈഡ് കൂടുതൽ നടന്ന ഏരിയ ആവാം, സുനാമി നടന്ന ഏരിയ ആണോ, അതല്ലെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻ ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണോ എന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. അതായത് അവിടുത്തെ ആ ഏരിയ എങ്ങനെയാണ്, അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ഹ്യൂമിഡിറ്റി എല്ലാം നമ്മൾ അറിയണം. അപ്പൊ ഈ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാനും നമുക്ക് GIS ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ GIS യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ എല്ലാവരും മനുഷ്യന്മാര് എന്താ പറയാ, അവരുടെ അറിവിലാണ് നമ്മൾ ഒരു ഏരിയ കളക്ട് ചെയ്യുന്നതും ഇതാക്കുന്നതും, ബ്രോക്കേഴ്സ് ഒക്കെ വൈകിട്ടാണ്. പക്ഷെ കുറച്ചങ്ങ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ്സിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ ആക്സസ് ചെയ്ത് നമുക്ക് തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ള കംപ്ലീറ്റ് ഡാറ്റകളും, എത്തിപ്പെടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ റോഡില്ലാത്ത ഡാറ്റ എന്നല്ല, നമുക്ക് വെറുതെ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് പോകണ്ട. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എന്റെ ഫോണിൽ ഇരുന്ന്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ ഇരുന്ന് എനിക്ക് ആ എൻറ്റയർ ഏരിയനെ ആക്സസ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ഡാറ്റ എന്ത് ഡാറ്റയാണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ, അവിടുത്തെ എംറ്റി ലാൻഡ് ആണ്, അതായത് ലാൻഡ് യൂസ്, ലാൻഡ് കവർ, ഓരോ ലാൻഡും എന്താ കവർ ചെയ്തിരിക്കുന്നത്, അവിടെ എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡാറ്റ, ട്രാൻസ്പോർട്ടേഷൻ ഡാറ്റ, അവിടുത്തെ ക്ലൈമറ്റ് ഡാറ്റ, അങ്ങനെ എല്ലാ ഡാറ്റയും കമ്പൈൻ ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഡാറ്റ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സൈറ്റ്, ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സൈറ്റ് കിട്ടും. അതിലാണ് GIS ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ ഇനി കുറച്ച് ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ബിസിനസ് സെക്ടറിലും GISന്റെ നല്ലോണം അപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ GIS യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ എളുപ്പം. ഇന്റർമീഡിയറ്റ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വെറുതെ കാശ് ചെലവാക്കാണ്ട് ഈ പരിപാടി ചെയ്യുന്നതാവും ഒന്നുകൂടെ നല്ലത്. ഓക്കെ, ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതല്ല, ഇനി നമ്മൾ അപ്ലിക്കേഷൻസ് പറയുമ്പോൾ ഒന്നും കൂടെ കൂടുതലായിട്ട് പല പല സെക്ടേഴ്സിലും എങ്ങനെയാണ് GIS ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി GIS എന്താ ചെയ്യുന്നത്? ലൈക്ക് നമ്മളിപ്പോ പറഞ്ഞു, GIS എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിക്കലി റെഫറൻസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ അനലൈസ് ചെയ്ത് നമുക്ക് മാപ്പ് ആക്കിയിട്ട് തരും. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഒരു പബ്ലിക് പാർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ഡാറ്റാസ് വേണം, ആ ഡാറ്റാസ് GIS പ്രൊവൈഡ് ചെയ്യും. ആ പ്രൊവൈഡ് ചെയ്ത ഡാറ്റ വെച്ചിട്ട് എനിക്ക് എന്റെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്യും. അപ്പൊ ഈ സെലക്ഷനും അതുപോലെ സൂട്ടബിലിറ്റിയും ഒക്കെ നോക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പൊ എൻ്റയർ പ്രോസസ്സ് ഇപ്പൊ എന്തായാലും നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെറുതായിട്ട് ഒരു സമ്മപ്പ് ആയിട്ട് ഒരു ബേസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് നടക്കുന്ന എന്താന്ന് വെച്ചാൽ ഡാറ്റ കളക്ഷൻ ആണ്. അപ്പൊ നമുക്ക് പ്രൈമറി ആയിട്ട് ഡാറ്റ ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ ഡാറ്റ എന്ന് പറയുമ്പോൾ സാറ്റലൈറ്റ് ആവാം, അല്ലെങ്കിൽ GPS എന്നുള്ള ഡാറ്റ ആവാം. GPS എന്ന് പറഞ്ഞാൽ നമുക്ക് പൊസിഷൻ തരുന്ന ഡാറ്റ, ലൊക്കേഷൻ ഇൻഫർമേഷൻ. അപ്പൊ GPS എന്നുള്ള ലൊക്കേഷൻ ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ ഡ്രോൺസ് എന്നുള്ള ഇമേജസ് ആവാം, ഫീൽഡ് സർവേ ആവാം, അല്ലെങ്കിൽ ബാത്തിമെട്രിക് സർവേ, അങ്ങനെ പല സർവേസും, ഡ്രോൺ ഇമേജസും ഏരിയൽ ഫോട്ടോഗ്രാഫ്സും, അങ്ങനത്തെ കുറെ ഇമേജസ് ആയിട്ടും, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ്, അല്ല CSV ഷീറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഡാറ്റാസ് കിട്ടും. ഈ ഡാറ്റാസ് ആണ് നമ്മളെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്നാണ് നമ്മൾ ഇനി ഒരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഡാറ്റാസ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടി, ഡാറ്റാസ് ഒക്കെ പല പല സോഴ്സിൽ നമ്മുടെ കയ്യിൽ കിട്ടി, അത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും, ഹാർഡ്വെയറിൽ സ്റ്റോർ ചെയ്യും. അതിനുശേഷം നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസിനനുസരിച്ചിട്ട് ഈ ഡാറ്റാസിനെ യൂസ് ചെയ്യും. അതായത് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ GISന്റെ സോഫ്റ്റ്വെയർ ലൈക്ക് QGIS, ArcGIS, ഗ്ലോബൽ മാപ്പർ, ഓട്ടോക്യാഡിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ഈ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആ ഡാറ്റ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്, അതായത് ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ഇമേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ആ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ ഒരു ഗൂഗിൾ സാറ്റലൈറ്റ് ഇമേജിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ലാൻഡ് യൂസ് ലാൻഡ് കവർ ആണ് അറിയേണ്ടത്. ലാൻഡ് യൂസ് ലാൻഡ് കവർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
അവിടെയുള്ള ഓരോ ലാൻഡും എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ചില ലാൻഡ് അഗ്രികൾച്ചർ ആവാം, ചിലത് ബിൽട്ടപ്പ് ആവാം, അതായത് ബിൽഡിങ്സ് ആവാം, ചിലത് വാട്ടർ ബോഡി ആവാം, ചിലത് റോഡ് ആവാം. അപ്പൊ എന്താണ് ഓരോ ലാൻഡിന്റെയും പർപ്പസ്, അതാണ് LULC. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ സാറ്റലൈറ്റ് ഇമേജോ അല്ലെങ്കിൽ ഒരു ഡ്രോൺ ഇമേജോ അല്ലെങ്കിൽ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫ് ഇമേജോ കിട്ടിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ലാൻഡ് യൂസ് ലാൻഡ് കവർ മാപ്പ് ഉണ്ടാക്കാം. അതായത് ഓരോ അഗ്രികൾച്ചർ ലാൻഡിനെയും വരയ്ക്കുക, ഓരോ ബിൽഡിങ്സിനെയും വരയ്ക്കുക, ട്രാൻസ്പോർട്ടേഷനെ വരയ്ക്കുക, അവിടെയുള്ള ഓരോ ഫീച്ചേഴ്സിനെയും നിങ്ങൾക്ക് വരച്ചിട്ട് നിങ്ങൾക്ക് ഒരു LULC മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ കിട്ടിയ ഡാറ്റനെ നമ്മൾ യൂസ് ചെയ്യുക. അതായത് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൈസേഷൻ ആണ്. അതായത് വരയ്ക്കുന്നതിന് പറയുന്നതാണ് ഡിജിറ്റൈസേഷൻ. അപ്പൊ മോസ്റ്റ്ലി നമ്മൾ എർത്തിലെ ഓരോ ഫീച്ചേഴ്സിനെയും ഡിജിറ്റൈസ് ചെയ്യാണ് ചെയ്യാറ്. അപ്പൊ അതിനാണ് നമ്മൾ ഡ്രോൺ ഇമേജും ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞ് ഡാറ്റ അനലൈസേഷൻ വരും. അതായത് സ്പേഷ്യൽ അനാലിസിസ് പെർഫോമൻസ്. അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ ഡാറ്റാസ് കിട്ടി, നമ്മുടെ കയ്യിൽ കുറെ എന്താ പറയാ നമ്മുടെ സർവേസ് ഒക്കെ പോയിട്ടൊക്കെ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തു. ഈ ഡാറ്റാസിന്റെ ആ ഒരു പെർട്ടിക്കുലർ എർത്തിൽ ആ ഒരു ലൊക്കേഷനിൽ അവിടെ എന്താണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് അവിടെ ബിൽഡിംഗ് ആണോ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആണോ, അല്ലെങ്കിൽ ഒരു ട്രീ ആണോ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോൾ ആണോ, എന്തോ ആവും. അപ്പൊ അവിടെയുള്ള ഫീച്ചർ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ അവിടുത്തെ പാറ്റേൺസ്, അതായത് പോപ്പുലേഷന്റെ പാറ്റേൺ ആവാം. ആദ്യം 2020 പോപ്പുലേഷൻ അല്ല 2025 അതിൽ ഭയങ്കരമായിട്ട് ഒരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. അതുപോലെ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, മൈഗ്രേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച്, പിന്നെ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഇങ്ങനത്തെ കുറെ ചേഞ്ചുകളും പാറ്റേൺസും അതിന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇപ്പൊ ഒരു ബിൽഡിംഗ്, ഒരു റോഡ് കൺസിഡർ ചെയ്യാം. ആ റോഡിൽ നിന്ന് 500 മീറ്റർ ഡിസ്റ്റൻസിലാണ് ബിൽഡിങ്സ് ഉള്ളത്, അല്ലെങ്കിൽ 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ബിൽഡിംഗ് ഉള്ളത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ സ്പേഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിന്റെ ലൊക്കേഷനും അതിന്റെ പാറ്റേൺ, അതിന്റെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ പഠിക്കുന്നതാണ് നമ്മള് സ്പേഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് ഫ്ലഡ് പ്രോൺ ഏരിയാസ്. അതായത് നമ്മുടെ ഒരു ലൊക്കേഷൻ എടുക്കുക, ആ ലൊക്കേഷനിൽ ഫ്ലഡ് കൂടുതലായിട്ട് വൾണറബിൾ ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പല ഡാറ്റാസും വേണ്ടി വരും. ഇപ്പൊ ഒരു ഫ്ലഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫ്ലഡ് മാപ്പ് എന്ന് പറഞ്ഞ് ഫ്ലഡ് മാപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് അതിൽ കുറെ ഫീച്ചേഴ്സ് വേണം. അതായത് ഇപ്പൊ ഫ്ലഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പൊ എന്തായിരിക്കും, റെയിൻഫോൾ ഒരു മെയിൻ ഫീച്ചർ ആണ്. ഇപ്പൊ റെയിൻഫോൾ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ സ്ലോപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഫീച്ചറും നമ്മളെ എർത്തിലുള്ള ഓരോ ഒബ്ജക്ട്സിനും ഉണ്ടാകുന്ന ഇൻക്ലിനേഷൻ, അതായത് അതിന്റെ ഒരു ചെരിവ് ഉണ്ടാവില്ലേ, ആ ചെരിവിനാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയാം. അപ്പൊ സ്ലോപ്പിന്റെ ഡാറ്റ നമുക്ക് വേണം. പിന്നെന്താ വേണ്ടത്, ലാൻഡ് യൂസ് ലാൻഡ് കവറിന്റെ ഡാറ്റ വേണം. അപ്പൊ ലാൻഡ് യൂസ് ലാൻഡ് കവർ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറയാണ് ഒരു അഗ്രികൾച്ചർ ലാൻഡ് ആണ്, അപ്പൊ അവിടെ നന്നായിട്ട് ഹെവി റെയിൻഫോൾ ആണ്. ഒരു 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 50% ഓഫ് വാട്ടറിന് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും, പെനട്രേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാല്, അതിന്റെ ഒരു സാച്ചുറേഷൻ ലിമിറ്റ് കഴിഞ്ഞാല് ഈ മണ്ണിന് ആ വെള്ളത്തിനെ പിടിച്ചു വെക്കാൻ പറ്റൂല. അത് ഒബ്വിയസ്ലി അത് ഔട്ട്ഫ്ലോ ആവും. ആ സമയത്താണ് നമ്മുടെ ഫ്ലഡ് നടക്കുന്നത്. അപ്പൊ ഒരു അഗ്രികൾച്ചർ ലാൻഡുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഫ്ലഡിന്റെ കുറച്ചും കൂടി ഒരു പോസിബിലിറ്റി കുറച്ചൊന്ന് കുറവാണ്. അറ്റ് ദ സെയിം ടൈം അതൊരു പേവ്ഡ് അല്ലെങ്കിൽ ഭയങ്കര കോൺക്രീറ്റ് ആയി വെൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വെള്ളം ഒരു 50% പോലും മണ്ണിലോട്ട് പോവില്ല, അത് ഡയറക്റ്റ് ഫ്ലോ ആവും. അപ്പൊ ആ സമയത്ത് അവിടെ എന്തായാലും നന്നായിട്ട് ഫ്ലഡ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ലാൻഡിന്റെ എന്താ, അതിന്റെ യൂസേജ് എന്താണ്, അത് എങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡാറ്റയും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഈ കുറെ LULCന്റെ ഡാറ്റ, സ്ലോപ്പിന്റെ ഡാറ്റ, റെയിൻഫോളിന്റെ ഡാറ്റ, ഇതെല്ലാം കൂടെ എന്താ പറയാ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ആയിട്ടൊരു ഫ്ലഡ് പ്രോൺ ഏരിയ ഡാറ്റ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഇതെന്താ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഭയങ്കര സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല, നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ ഈ ഫ്ലഡ് പ്രോൺ മാപ്പ് ഒക്കെ. അപ്പോ അതിനെപ്പറ്റി നമുക്ക് എന്തായാലും കോഴ്സസ് ജോയിൻ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇനി അത് കഴിഞ്ഞു, നമ്മുടെ സ്പേഷ്യൽ അനാലിസിസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മുടെ നല്ല ഭംഗിയിൽ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാം, നല്ല ഭംഗിയിൽ കളറൊക്കെ ചെയ്ത്. ഹലോ ഹലോ ഓക്കെ. നല്ല ഭംഗിയിൽ അതിന്റെ സിംബോളജി ഒക്കെ മാറ്റി പേരൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ നമുക്ക് ഹെഡിങ്ങും പിന്നെ സ്കെയിലും ലെജൻസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വിഷ്വലൈസ് ചെയ്യുന്നതാണ് അതിന്റെ ഫൈനൽ നമ്മൾ GIS ചെയ്യുന്നത്. അപ്പം ഇതാണ് GIS മേജർ എന്താ പറയാ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് GIS റോൾ ഇല്ല. ഈ ഡാറ്റ നമ്മുടെ കയ്യിൽ വന്നത് മുതൽ ആ ഡാറ്റ നമ്മൾ ക്ലയന്റിന് ഡെലിവർ ചെയ്യുന്നവരെയാണ് നമ്മുടെ ഒരു GIS എഞ്ചിനീയർ അല്ലെങ്കിൽ GIS സ്പെഷ്യലിസ്റ്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ.
ഓക്കെ. അപ്പോ ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. നമ്മൾ റിയൽ വേൾഡിലെ GISന്റെ ലേയേഴ്സ്, അതായത് ഡാറ്റ നമ്മുടെ കയ്യിലുള്ള എന്ത് പോയിന്റ് ഡാറ്റ ആവാം, അതായത് ഇലക്ട്രിക് പോൾസിന്റെ ഡാറ്റ ആവാം, പൈലൻസിന്റെ ഡാറ്റ ആവാം, സെൽഫോൺ ടവറിന്റെ ഡാറ്റ ആവാം, എന്ത് ഡാറ്റ ആവാം. പിന്നെ വാട്ടർ ബോഡിയുടെ ഒരു ഡാറ്റ ഉണ്ടാവും, പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറീസിന്റെ ഒരു ഡാറ്റ ഉണ്ടാവും, പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ഡാറ്റ, ബിൽഡിങ്സിന്റെ ഡാറ്റ, എലിവേഷന്റെ ഡാറ്റ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഈ ഡാറ്റാസിനെല്ലാം കൂടെ ഓവർലേ ചെയ്ത് നമുക്ക് GISൽ ഒരു ഫൈനൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ GISൽ മോസ്റ്റ്ലി ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് GISന്റെ റിയൽ വേൾഡ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. GIS എങ്ങനെ നമ്മുടെ റിയൽ വേൾഡിൽ എങ്ങനെ GISന്റെ അപ്ലിക്കേഷൻ ഒരു ജസ്റ്റ് ഒരു പബ്ലിക് പാർക്ക് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്പ് ഉണ്ടാക്കുന്നതിൽ GIS ഒതുങ്ങുന്നില്ല. ഇതിൽ കൂടുതൽ GIS ഇപ്പൊ എല്ലാ സെക്ടറിലും ഉണ്ട്. ഇനി അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ GIS ഫസ്റ്റ് നമ്മൾ പറയുന്നത് അർബൻ പ്ലാനിങ്ങിൽ എങ്ങനെയാണ് GIS ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അർബൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ഒരു മെയിൻ മെജോറിറ്റി എന്താ പറയാ ഒരു ഫാക്ടറാണ് അർബൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അർബൻ പ്ലാനിങ്ങിൽ GISന്റെ ഡാറ്റാസ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ GISന്റെ ഓരോ GIS എഞ്ചിനീയർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ് കൊണ്ട് അർബൻ പ്ലാനേഴ്സിന് എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്യാൻ പറ്റുക. അവർക്ക് എന്താ സിമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡാറ്റ കൊടുത്തു, അപ്പൊ അവർക്ക് അവിടെ എത്ര ബിൽഡിങ്സ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ എന്താ പറയാ എവിടെയെങ്കിലും എംപ്റ്റി ലാൻഡ് ഉണ്ടോ, എവിടെ പുതിയ വീടുകൾ വെക്കണം, എവിടെ ബിൽഡിങ്സ് വെക്കണം, അതുപോലെ എവിടെ റോഡ് ക്രിയേറ്റ് ചെയ്യണം, എവിടെ ബ്രിഡ്ജസ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ പബ്ലിക് യൂട്ടിലിറ്റീസ്, ആക്സസിബിലിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ഇതൊക്കെ എവിടെ പ്രൊവൈഡ് ചെയ്യണം, എവിടെ പ്ലാൻ ചെയ്യണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബേസിക് പ്ലാൻ ചെയ്യാൻ GISന്റെ ഡാറ്റ ഹെൽപ്പ് ചെയ്യും. GISന്റെ ലാൻഡ് യൂസ് ലാൻഡ് കവർ ഡാറ്റ അവർക്ക് വേണ്ടി എന്താ പറയാ അവരിനി എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിനെ ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ഇതിൽ ഇതാ പറയുന്നത് GIS സിറ്റി പ്ലാനേഴ്സ് ഡിസൈഡ് വെയർ ടു ബിൽഡ് റോഡ്, എവിടെ റോഡ് ബിൽഡ് ചെയ്യണം, എവിടെ റോഡ് ഇല്ലാത്തത്. റോഡ് ട്രാൻസ്പോർട്ടേഷന്റെ ഡാറ്റ കിട്ടിയാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ അത് എവിടെ ഇല്ല, അത് എവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു തുറന്നു കിടക്കുന്ന ജസ്റ്റ് ഒരു ഓപ്പൺ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അവിടെ ബിൽഡിങ്സ് ഉണ്ട് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ റോഡ്സ് വേണം. അപ്പം അവിടെ എങ്ങനെ റോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ബ്രിഡ്ജസ് അവിടെ വേണോ, ഹൗസിങ് എവിടെയാണ് വീടുകൾ വെക്കേണ്ടത്, പബ്ലിക് യൂട്ടിലിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എവിടെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് അവിടെയുള്ള എന്താ പറയാ അവിടുത്തെ ലാൻഡ് യൂസ് ലാൻഡ് കവറിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാനേഴ്സിനെ ഡിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ GIS ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സിറ്റി യൂസസ് GIS ടു പ്ലാൻ എ ന്യൂ മെട്രോ റൂട്ട് ബൈ ചെക്കിംഗ് വെയർ പീപ്പിൾ ലിവ് ആൻഡ് വർക്ക്. അപ്പോ നല്ല ഇപ്പം ട്രാഫിക്കിന്റെ ഒക്കെ ഇഷ്യൂസ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒബ്വിയസ്ലി അവിടെയൊക്കെ മെട്രോയുടെ ഒരു പുതിയ റൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ നല്ലൊരു എന്താ പറയാ ഒരു മെത്തേഡാണ്. അപ്പൊ ഒബ്വിയസ്ലി അങ്ങനെ ഒരു മെട്രോ പുതിയ റൂട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഏതാണ്, ട്രാഫിക് ഏറ്റവും കൂടുതലുള്ള ഏരിയ ഏതാണ്, എവിടെയാണ് കൂടുതൽ പോപ്പുലേഷൻ കൂടുതലുള്ളത്, എവിടെയാണ് കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ മെട്രോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് കുറച്ച് അർബൻ ഏരിയ വേണം. അപ്പൊ ആ ഏരിയ സെലക്ട് ചെയ്യാനും ചൂസ് ചെയ്യാനും ഒക്കെ നമ്മുടെ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ GIS ഒരിക്കലും നമ്മൾ പോയിട്ട് അർബൻ പ്ലാനേഴ്സിനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ അങ്ങനെ ചെയ്യൂ നമ്മൾ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഡാറ്റയാണ് അവിടെ അവരെ എന്താ പറയാ നമുക്ക് വേണ്ടി ഡാറ്റയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ട് ഡാറ്റ കൊടുത്താൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഡിസൈഡ് ചെയ്യാനും ഡിസിഷൻ മേക്ക് ചെയ്യാനും പറ്റും. ഓക്കെ. പിന്നെ അടുത്താണ് GIS പബ്ലിക് ഹെൽത്ത്. ഇപ്പൊ GIS പബ്ലിക് ഹെൽത്തിൽ എല്ലാവരും അധികം എന്താ പറയാ പബ്ലിക് ഹെൽത്തിലൊന്നും GISന്റെ വലിയ എന്താ പറയാ അപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഇഗ്നോർ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 4-5 വർഷമായിട്ട് പബ്ലിക് ഹെൽത്തിൽ നന്നായിട്ട് GISന്റെ അപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ മുന്നേ ഉണ്ടായിരുന്നു 1853 എങ്ങനെയാണെന്ന് തോന്നുന്നു GISന്റെ ഫസ്റ്റ് എന്താ പറയാ ഈ ഒരു വിഷ്വലൈസേഷനും ഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാപ്പ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സെറ്റപ്പ് വരുന്നത് ഏകദേശം 53 ആ ഒരു ടൈമിലാണ്. ആ സമയത്ത് ജോൺസ്നോ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരനാണ് ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു മാപ്പ്, അതായത് ആ സമയത്ത് ഒരു ലണ്ടനിൽ ഒരു മേജർ കോളറയുടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി. ആ സമയത്ത് എല്ലാവരും അതിന്റെ റീസൺ എന്താന്ന് പല സൈഡിൽ നിന്നും പലരും എന്താ പറയാ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരും അതോറിറ്റീസും ഒക്കെ ഇങ്ങനെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പൊ പുള്ളിക്കാരൻ ജോൺസ്നോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതായത് ആ ഏരിയയുടെ ഒരു ബൗണ്ടറി വരച്ചിട്ട് ആ ഏരിയയിൽ മെയിൻ ഹോട്ട്സ്പോട്ട്സ് എവിടെയൊക്കെയാണെന്ന് പുള്ളിക്കാരൻ നോട്ട് ചെയ്തു. ഇപ്പൊ ഒരു 4-5 ഏരിയാസ്, അവിടെ എന്തോ 12 ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ എങ്ങോട്ടോ ഉണ്ടായിരുന്നു. 12 ഡിസ്ട്രിക്റ്റിനെയും പുള്ളിക്കാരൻ മാപ്പ് ചെയ്തു. അതിന് ചുറ്റുമുള്ള ഒബ്ജക്ട്സിന്, അതായത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പുള്ളിക്കാരൻ നോട്ട് ഡൗൺ ചെയ്തു. അതായത് ഈ 12 ഡിസ്ട്രിക്റ്റിനെയും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എർത്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് പുള്ളിക്കാരൻ നോട്ട് ചെയ്തപ്പം പുള്ളിക്കാരൻ അപ്പൊ കണ്ടതാണ് ഇതിൽ കൂടെ എല്ലാം പോകുന്ന ഒരു വാട്ടർ ബോഡി. അപ്പൊ ആ വാട്ടർ ബോഡി പുള്ളിക്കാരൻ പറഞ്ഞു വാട്ടർ ബോഡി ആവാം റീസൺ. പിന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, അതിനെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ കോളറയ്ക്ക് റീസൺ ആയിട്ടുള്ള ബാക്ടീരിയ ആ വാട്ടറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് എന്താ പറയാ, ഇതിനെ സ്പേഷ്യോ എപ്പിഡോമോളജിക്കൽ സ്റ്റഡി എന്നാ പറയാ. അതായത് നമ്മളും നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. നമുക്ക് ഒരു അസുഖം വരികയാണെന്നുള്ള അസുഖം മാത്രമല്ല, നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും നമ്മളൊരു ഇന്റർ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻഷിപ്പിനെ പഠിച്ച് അതിനെ മാപ്പ് ചെയ്ത ഫസ്റ്റ് ആളാണ് ജോൺസ്റ്റൺ. അപ്പൊ പബ്ലിക് ഹെൽത്തിൽ അന്ന് തൊട്ടേ GISന്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ സോഫ്റ്റ്വെയർസും സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് പേപ്പറിലൊക്കെ വരയ്ക്കുന്ന ആ പരിപാടിയായിരുന്നു. ഇങ്ങനെ ജിയോ റെഫറൻസ്ഡ് ഡാറ്റയൊന്നും അല്ല. പക്ഷെ അന്ന് തൊട്ടേ GISന്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ പബ്ലിക് ഹെൽത്തിൽ ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ കോവിഡിന്റെ ഒക്കെ ടൈമിൽ നിപ്പയുടെ ഒക്കെ സമയത്തൊക്കെ GISന്റെ ഹെൽപ്പ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഡിസീസിന്റെ സ്പ്രെഡ് ട്രാക്ക് ചെയ്യാൻ, അതായത് ഇപ്പം ഒരാളിപ്പം എന്താ പറയുക റീസെന്റ് ആയിട്ട് ഇപ്പം നിപ്പ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അയാൾ ഈ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് എങ്ങോട്ടൊക്കെയാണ് പോയത്, അതിൽ ഇൻ ബിറ്റ്വീൻ എവിടൊക്കെ അയാള് എന്താ പറയാ കുറച്ചൊന്ന് ലേ ഓവർ ആയി, അല്ലെങ്കിൽ ഏതൊക്കെ ലൊക്കേഷനിലോട്ട് പോയി, എവിടൊക്കെ ആൾക്കാരായിട്ട് ഒരു ഇന്ററാക്ഷൻ വന്നിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ആ റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് നെറ്റ്വർക്ക് ട്രാക്കിംഗ് എന്ന് പറയും. ഈ നെറ്റ്വർക്ക് ട്രാക്കിംഗ് ഇതിനെ ട്രാക്ക് ചെയ്യാൻ നമ്മുടെ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്തു. അതായത് പുള്ളിക്കാരന്റെ ആ റൂട്ട് മാപ്പ് ഉണ്ടാക്കാൻ GISന്റെ ഡാറ്റ ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ ഇപ്പം ഒരു സപ്പോസ് ഇപ്പൊ കോവിഡ് നടന്നു, കോവിഡിന്റെ സമയത്ത് കുറെ സ്ഥലങ്ങൾ ക്വാറന്റൈനിലായി, കുറെ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റാണ്ടായി, റെസ്ട്രിക്റ്റഡ് ആയി. ഈ ഏരിയാസിലൊക്കെ റെസ്ട്രിക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും അവിടേക്ക് അവർക്ക് വേണ്ട ഫുഡ്സ് ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് കെയർ സർവീസസ് ആണെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അല്ലാണ്ട് അവരെ ക്വാറന്റൈനിൽ ഇട്ട് അങ്ങനെ ഇരുത്താൻ, ഐസൊലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് എവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് പോകാൻ പറ്റുന്ന റൂട്ട് ഏതാണ്, ഇൻ കേസ് നമ്മൾ ഒരു എന്താ പറയാ ഒരു 2-3 ക്വാറന്റൈൻ സോൺ കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത സോണിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ 3 സോണിനെയും കോണ്ടാക്ട് ഇല്ലാണ്ട്, ഈ സോണിനെയും കണക്ട് ചെയ്യാണ്ട് വേറെ ഏതെങ്കിലും റൂട്ട് ഉണ്ടോ 4th സോണിലോട്ട് പോവാന്. അതുപോലെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പം കൊറോണയുടെ ഭയങ്കര ഒരു ഔട്ട് ബ്രേക്ക് വരുമ്പോൾ ഇവരെല്ലാം കൂടെ ഐസൊലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഹോട്ട്സ്പോട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഇവർക്കെല്ലാം ഒരു സേഫ് സോൺ ആയിട്ട് ഇവരെല്ലാരെയും കൂടെ വെക്കാൻ പറ്റിയൊരു, ഇപ്പം മോസ്റ്റ്ലി സ്കൂൾസ് ഒക്കെയാണ് സെലക്ട് ചെയ്യാം. ഇപ്പം യൂണിവേഴ്സിറ്റീസ് ഒക്കെ, അങ്ങനെ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ആക്സസിബിലിറ്റി, അവരുടെ അടുത്തുള്ള പബ്ലിക് ഹെൽത്ത് കെയർ എവിടെയൊക്കെ ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ പെട്ടെന്ന് എന്തെങ്കിലും ഹോസ്പിറ്റൽ ഇഷ്യൂസ് വന്നാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽസ് എവിടെയാ ഉള്ളത്, പിന്നെ ബെഡ്സിന്റെയും അതുപോലെ സ്ട്രക്ചേഴ്സിന്റെയും ഒക്കെ ആവശ്യമുണ്ടാവും. അപ്പൊ ഇതൊക്കെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എവിടെയൊക്കെയാ ഉള്ളത് എന്നൊക്കെയുള്ള പ്രോപ്പർ പ്ലാനിങ് ചെയ്യാനും, എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് പ്ലേസസ് ചൂസ് ചെയ്യാനും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡ്യൂറിങ് COVID-19 ഹെൽത്ത് ഒഫീഷ്യൽസ് യൂസ് GIS ടു മാപ്പ് ഹോട്ട്സ്പോട്ട്സ് ആൻഡ് സെറ്റപ്പ് ടെസ്റ്റിംഗ് സെന്റേഴ്സ്. അതായത് മേജർ ഹോട്ട്സ്പോട്ട്സ് എവിടെയാണ് ഉള്ളത്, ആ ഹോട്ട്സ്പോട്ടിലുള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സെന്റേഴ്സ് എവിടെയാണ് വെക്കേണ്ടത്, അങ്ങോട്ടുള്ള റൂട്ടിങ്ങും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും അതിനെ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് ഓതറൈസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഗ്രികൾച്ചറിലും ഇതേപോലെ തന്നെ അധികം ആരും അഗ്രികൾച്ചറിൽ ഇപ്പൊ നമ്മുടെ ഇപ്പം കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ആരും യൂസ് ചെയ്യുന്നില്ല അഗ്രികൾച്ചറിൽ GIS. പക്ഷെ കുറച്ച് കഴിയുമ്പം അതിലോട്ടും GIS ഇങ്ങനെ വരും. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും GIS ഇപ്പം ഓൾമോസ്റ്റ് അഗ്രികൾച്ചറിൽ വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും വരുമായിരിക്കും. അപ്പൊ അഗ്രികൾച്ചറിൽ എങ്ങനെയാന്ന് വെച്ചാല് അതിൽ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയും. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അത്യാവശ്യം നല്ല കാശ് ഇട്ടിട്ട് അത്യാവശ്യം നല്ല ഈൽഡ് എടുക്കുക, അതായത് നന്നായിട്ട് പൈസ ഇടുക, നന്നായിട്ട് നമുക്ക് ഒരു എന്താ പറയാ ലാസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുക. ആ ഒരു പരിപാടിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് കൂടുതൽ മെഷീൻസും ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അഗ്രികൾച്ചർ ഹാർവെസ്റ്റിംഗ് ഒന്നും കൂടെ നന്ന് മെച്ചപ്പെടുത്താം. അപ്പൊ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിൽ GISന്റെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം IoT എന്ന് പറയും, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ഒരു അഗ്രികൾച്ചർ ലാൻഡ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാൻഡ് എടുക്കാം. ആ ലാൻഡിൽ നമ്മൾ സെൻസേഴ്സ് വെക്കും. ഈ സെൻസേഴ്സ് എന്ത് ചെയ്യും, ഈ ചെടികളൊക്കെ സ്റ്റഡി ചെയ്യും. ഓരോ ചെടികളെയും എന്താ പറയാ ഫുൾ ടൈം സ്കാൻ ചെയ്യും. ആ ചെടിക്ക് എന്തെങ്കിലും വെള്ളത്തിന്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ കുറവ് ഡിറ്റക്ട് ചെയ്യും, ഏർലി വാർണിംഗ് സിസ്റ്റം കൊടുക്കും, ഒബ്വിയസ്ലി വാർണിംഗ് കൊടുക്കും, അലാം ഓൺ ആവും.
വെള്ളത്തിന് വേണ്ട എന്താ ഇറിഗേഷന് ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറിഗേഷൻ ഓൺ ആവും, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാ ആ ഏതാണോ കറക്റ്റ് ആ ചെടിക്ക് പോയിട്ട് എത്തും. അതൊരു മാനുവലി നമ്മൾ പോയി ഓരോ ചെടിനെയും ഇങ്ങനെ നോക്കി 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 പോകുമ്പോൾ നല്ലോണം ടൈം കൺസ്യൂമിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ഒരു സെൻസറിനെ വെച്ചാൽ സെൻസർ സിമ്പിൾ ആയിട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റിൽ പുള്ളിക്കാരൻ പരിപാടി തീർക്കും. അപ്പം അത് ഒരു എന്താ പറയാ ഒരു GISന്റെ ഒരു മെയിൻ എന്താ പറയാ ഒരു അപ്ലിക്കേഷൻ ആണ് അഗ്രികൾച്ചറിൽ. അത് മാത്രമല്ല, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വെള്ളത്തിന്റെ കുറവ് പറഞ്ഞു, അതുപോലെ തന്നെ കളകൾ ഉണ്ടാവും, അൺനെസസറി ആയിട്ടുള്ള ചെടികൾ ഉണ്ടാവും. ആ ചെടികളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ടാവും, ആ ഡിവൈസസ് അതിനെ പറിച്ചു കളയും. അങ്ങനത്തെ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനും അതിനെ സ്കാൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഇപ്പം ആ ചെടികളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ, അപ്പൊ ത്രൂ ഔട്ട് അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ അതിന്റെ ലാസ്റ്റ് എൻഡ് സ്റ്റേജ് വരെ അതിന്റെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യാം. മോണിറ്റർ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ആ ഡിസീസിനെ ഡിറ്റക്ട് ചെയ്യുക, അതിന്റെ പെസ്റ്റിസൈഡ്സിന് അതിന് കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് വേണോ, എന്തെങ്കിലും അസുഖം ബാധിച്ചോ എന്നുള്ള സ്റ്റഡി ചെയ്യാനും ഒക്കെ നമ്മുടെ IoT ഹെൽപ്പ് ചെയ്യും. ഇപ്പം ബേസിക് ആയിട്ട് അത് നമ്മൾ അങ്ങനെ കേരളത്തിൽ യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഒരു കുറച്ച് ടൈം കൊടുക്കാം, അപ്പോഴേക്കും അതിലോട്ടും GIS വന്നോളും. അപ്പോൾ പ്രിസിഷൻ ഫാമിംഗിൽ GIS ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇറിഗേഷൻ പ്ലാനിങ്, നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ആ വെള്ളം കുറവുള്ള ഏരിയാസിന് വെള്ളം കൊടുക്കാനും, അതുപോലെ കുറെ ചെടികളുണ്ട്, ആ ചെടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള പ്രോപ്പർ എന്താ പറയാ അപ്പൊ ഇറിഗേഷൻ പ്ലാനിങ്ങിനും, അതുപോലെ ഡ്രിപ്പ് സ്പ്രിങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഡ്രിപ്പ് ലൈൻസ് ഉണ്ടാവും, ഇതിനൊക്കെ പ്ലാൻ ചെയ്യാനും, അതൊക്കെ എവിടൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ പ്രോപ്പർ ആയിട്ട് അതിനെ മണ്ണിനെ പറ്റി പഠിക്കാനും, ആ സോയിലിന്റെ ക്രോപ്പിന്റെ ഒക്കെ മോണിറ്റർ ചെയ്യാനും, പെസ്റ്റ് ആൻഡ് ഡിസീസ് പ്രഡിക്ഷനും എല്ലാത്തിനും GISന്റെ ഹെൽപ്പ് നന്നായിട്ടുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ സിമ്പിൾ ആയിട്ട് പറയാൻ ഒരു സാറ്റലൈറ്റ് ഡാറ്റ കിട്ടിയാൽ നമുക്ക് ആ പ്ലാന്റിന്റെ ഗ്രോത്ത്, അതിന് ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണോ അല്ലെങ്കിൽ ഹെൽത്തി പ്ലാന്റ് ആണോ, മോഡറേറ്റ്ലി ഹെൽത്തി ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ GISലും അഗ്രികൾച്ചറിന്റെ മെയിൻ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു ഫാർമർ യൂസസ് GIS ടു നോ വിച്ച് ഏരിയ ഓഫ് ദെയർ ഫീൽഡ് നീഡ് മോർ ഫെർട്ടിലൈസർ ഓർ വാട്ടർ. അതായത് ഏത് ഏരിയ ആണ് ഫെർട്ടിലൈസറിന് കൂടുതൽ വേണ്ടത്, ഏത് ഏരിയ ആണ് വാട്ടറിന് കൂടുതൽ വേണ്ടത്. ഇത് മാനുവലി പോയാലും മാനുവലിയും ചെയ്യാം, പക്ഷെ മാനുവലി എടുക്കുന്ന ഒരു ടൈമിനേക്കാളും എത്രയോ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ സെൻസേഴ്സ് ചെയ്യുന്നത്. അത്രേ ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല റിച്ച് പരിപാടിയാണ്. ഓക്കെ, ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഒരു കൈൻഡ് ഓഫ് പ്രഡിക്ഷൻ, നമുക്ക് 100% പ്രഡിക്ട് ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിനെ പറ്റില്ല. നാളെ ഫ്ലഡ് വരുന്നൊന്നും നമുക്ക് ഒരിക്കലും 100% പറയാൻ പറ്റില്ല. 99.999% എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്കത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മുന്നേ ഉള്ള പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക് ഡാറ്റാസ് വെച്ചിട്ട്, അതായത് മുന്നേ ഇപ്പൊ 2018 ഫ്ലഡ് നടന്നു, ആ ഒരു ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാം. അതായത് റെയിൻഫോൾ ഇതിലും കൂടുതൽ 2000 സെന്റിമീറ്ററിനേക്കാളും കൂടുതൽ റെയിൻഫോൾ വന്നാൽ ദർ മേ ബി എ ചാൻസ്, ലൈക്ക് ഒരു ചാൻസ് ഉണ്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാം, പക്ഷെ ഒരിക്കലും 100% നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെ ഒരു ഡിസാസ്റ്റർ നാളെ വന്നേക്കാം എന്നുള്ളൊരു എന്താ പറയാ ഒരു നോർമൽ പ്രഡിക്ഷൻ നമുക്ക് GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്നാൽ അതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതായത് ഇപ്പം ഇവാക്വേഷൻ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവരെ ഇവാക്വേറ്റ് ചെയ്ത് പോകാനുള്ള ബെസ്റ്റ് റൂട്ട് ഏതാണ്, അതിൽ അങ്ങോട്ട് എത്താനുള്ള ഫാസ്റ്റസ്റ്റ് റൂട്ട് ഏതാണ്, അല്ലെങ്കിൽ അവർക്ക് ഫുഡ്, അവർക്ക് വേണ്ട ഹെൽത്ത് കെയർ സർവീസസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ റൂട്ട്, അവരെ ഹോട്ട്സ്പോട്ട്, അവരെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു സേഫ് സോൺ എവിടെ വെക്കണം, ആ സേഫ് സോൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റൽ എല്ലാവിധ ഫെസിലിറ്റീസും ഒക്കെ കിട്ടണം. ഫുഡ് ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പ്രോപ്പർ പ്ലാനിങ്ങിന് നമ്മുടെ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ഒരു ഫ്ലഡ് നടന്നാലും, ഒരു എർത്ത് നടന്നാലും, അല്ലെങ്കിൽ ഒരു സുനാമി നടന്നാലും, എന്തോ ആവട്ടെ, എന്ത് നടന്നാലും പ്രോപ്പർ ആയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം, അതിന് മുന്നേ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഏർലി വാർണിംഗ് കൊടുത്താൽ എല്ലാവർക്കും ഒന്ന് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല, പക്ഷെ പ്രിക്കോഷൻസ് എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് ഡ്യൂറിങ് ആ ഡിസാസ്റ്ററിന്റെ ടൈമിലാണ്
നമ്മൾ എന്താ പറയുക ഇവാക്യുവേഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷന്റെ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് റിയൽ ടൈം മോണിറ്ററിങ് അപ്പോൾ നടക്കുന്നത് ഫ്ലഡിന്റെ ഇപ്പൊ ഒരു ഫ്ലഡ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലഡ് എങ്ങോട്ട് അതിന്റെ ഒറിജിൻ എവിടെയാണ്, അത് എങ്ങോട്ടൊക്കെയാണ് ഫ്ലോ പോകുന്നത്, എത്ര ഏരിയനെ അത് അഫക്ട് ചെയ്തു, ഇനി എങ്ങോട്ടായിരിക്കും അതിന്റെ നെക്സ്റ്റ് എന്താ പറയുക മൂവ്മെന്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇവാക്വേഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. റിസോഴ്സ് അലോക്കേഷൻസ്, അതായത് അവർക്ക് വേണ്ട ഫുഡും സാധനങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങും ഡാമേജ് അത് കഴിഞ്ഞ് ഇപ്പൊ ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു എർത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഒരു ഫ്ലഡ് കഴിഞ്ഞാൽ അവിടെ എത്ര ബിൽഡിങ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര ആ ബിൽഡിങ്ങിന്റെ സ്ക്വയർ കിലോമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല, കാരണം കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് എന്താ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി അതിന് ഫ്ലഡിന് മുന്നേ ഉള്ള ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റാസ് നമുക്ക് ഡാമേജ് എത്ര ഉണ്ട് എന്ന് അസസ്മെന്റ് നടത്താൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ റീബിൽഡിങ്ങിന്, അതായത് മുന്നേയുള്ള പണ്ട് ഉണ്ടായിരുന്ന ആ കംപ്ലീറ്റ്ലി ടോട്ടൽ ഡിസ്ട്രക്ഷൻ നടന്നു, ഇനി ഇതിനെ റീബിൽഡ് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള എന്താ പറയാ ബേസിക് പ്ലാനിങ്ങിന് GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ട്രാക്കിംഗ് എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഇവർക്ക് വേണ്ട ഫുഡ് ആണെന്നുണ്ടെങ്കിലും ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇത് പ്രോപ്പർ ആയിട്ട് ഒരു ചാനലിൽ നിന്ന് ഒരു ചാനലിലോട്ട് ഇൻ ബിറ്റ്വീൻ ഒരു തിരിമറിയും ഒന്നും ഇല്ലാണ്ട് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാനും ഒക്കെ GISന്റെ ഡാറ്റാസ് ഇവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിഫോർ എ സൈക്ലോൺ GIS മാപ്പ് ഷോസ് ഇവാക്യുവേഷൻ സോൺസ് ആൻഡ് സേഫ് റൂട്ട്. അതായത് ഒരു സൈക്ലോൺ നടക്കുകയാണ്, ഇപ്പൊ സൈക്ലോൺ നടക്കാനുള്ള ഒരു ചാൻസസ് നമ്മൾ പറയാണ്, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അതിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എവിടെയാണ്, ആ ലൊക്കേഷനിലോട്ട് ഈ സൈക്ലോൺ ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ നടന്നാൽ ഇവരൊന്ന് എഫക്ട് ചെയ്യാണ്ട് അവരെങ്ങനെ സേഫ് ആയിട്ട് അവരെങ്ങനെ ആ സേഫ് സോണിലോട്ട് എത്താൻ പറ്റുന്ന റൂട്ട് ഏതാണെന്നൊക്കെ ആക്സസ് ചെയ്ത് കൊടുക്കാനും അതൊക്കെ കാണിച്ചു കൊടുക്കാനും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ബേസിക്കലി നമ്മൾ ഡ്യൂറിങ് ഡിസാസ്റ്ററും ആഫ്റ്റർ ഡിസാസ്റ്ററും ആണ് നമ്മൾ GISന്റെ കൂടുതൽ അപ്ലിക്കേഷൻസ് വരുന്നത്. കാരണം അതിന് മുന്നേ ഉള്ള പ്രിക്കോഷൻസിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്താ പറയാ നാച്ചുറൽ പ്രോസസ് ആയതുകൊണ്ട് നമുക്കത് എന്താ പറയാ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനേ പറ്റുള്ളൂ. അതായത് ആൾക്കാരെ മാറ്റിയിട്ട് ഡെത്ത് റേഞ്ചും ഡെത്ത് കൗണ്ട് ഒക്കെ കുറയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഒരിക്കലും അതിന്റെ എന്താ പറയാ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞ് എൻവിയോമെന്റൽ മാനേജ്മെന്റ്. എൻവിയോമെന്റൽ മാനേജ്മെന്റിൽ എന്ന് പറയുമ്പോൾ GIS ഫോറസ്റ്റിനെ മോണിറ്റർ ചെയ്യാൻ, അതായത് ഫോറസ്റ്റിൽ ഇപ്പം എന്താ പറയുക ഇല്ലീഗൽ ലോഗിങ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ ഉണ്ടാവും. ഈ ഫോറസ്റ്റ് ഫയർ അല്ലെങ്കിൽ അവിടെ നോർമൽ ആയിട്ടുള്ള ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മള് മനുഷ്യനും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും ഉണ്ടാവും. ഇതൊക്കെ മോണിറ്റർ ചെയ്യാനും ആ പ്ലാന്റ് ഡീഫോറസ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മോണിറ്റർ ചെയ്യാനും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിന്റെ ഇവരുടെ മൈഗ്രേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന എന്തെങ്കിലും എന്താ പറയുക പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ആവട്ടെ, ഇതൊക്കെ മോണിറ്റർ ചെയ്യാനും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പൊല്യൂഷന്റെ ഇപ്പം 2020 പൊല്യൂഷൻ റേഞ്ച് അല്ല ഇപ്പൊ 2025. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡ്, അതിന്റെ ഒരു ഗ്രോത്ത് കാണിച്ചു തരാനും അതിനെ മോണിറ്റർ ചെയ്യാനും GIS ഹെൽപ്പ് ചെയ്യും. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, നാച്ചുറൽ റിസോഴ്സസ്, ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് GISന്റേതായ സെൻസേഴ്സും റഡാർസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അത് അതിൻ്റെതായ എന്താ പറയാ അതിൻ്റെതായ മാനേജ്മെന്റും എല്ലാം നടക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് യൂസസ് GIS ടു ഡിറ്റക്ട് ഇല്ലീഗൽ ലോഗിങ് ആൻഡ് ഫയർ ഔട്ട് ബ്രേക്ക്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ ലോഗിങ്ങും ഫോറസ്റ്റ് ഫയർ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ GIS യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. ട്രാൻസ്പോർട്ടേഷനിൽ ഇപ്പൊ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു റോഡിന്റെ മാപ്പ് ഉണ്ട്. അപ്പം എവിടൊക്കെ റോഡ് ഉണ്ട്, എവിടെ റോഡ് ഇല്ല എന്നുള്ള ബേസിക് ഐഡിയ നമുക്ക് കിട്ടും. ഇപ്പൊ റോഡുള്ള ഏരിയയും റോഡ് ഇല്ലാത്ത ഏരിയയും നമുക്ക് ബേസിക് എന്തൊരു ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടിയാലും അവിടെ എന്തുണ്ട് അവിടെ എന്തില്ല എന്നുള്ള സംഭവം കിട്ടും. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് ഡെലിവറി ആപ്സ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രോപ്പർ റൂട്ടിംഗ് പ്ലാൻ ചെയ്യണം. അപ്പൊ പ്രോപ്പർ ആയിട്ട് റൂട്ടിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. നമ്മൾ എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ആ സ്ഥലത്തേക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണ്, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ വേറെ എങ്ങോട്ടെങ്കിലും യൂ ടേൺ എടുത്ത് പോകാൻ പറ്റുമോ എന്നുള്ള പ്ലാനിങ്ങിനും എല്ലാത്തിനും GIS ഹെൽപ്പ് ചെയ്യും. ട്രാഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ട്രാഫിക്കിൽ GIS എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ റോഡുകളിലും ഒക്കെ ട്രാഫിക്കിൽ സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ഓരോ വണ്ടി യൂസ് ചെയ്യുന്ന ഓരോരുത്തരുടെ കയ്യിലും അവരുടേതായ ഫോൺസ് ഉണ്ട്, അല്ലെങ്കിൽ GPS ഡിവൈസസ് ഉണ്ട്. ഇപ്പൊ കാർസിൽ തന്നെ ഉണ്ട് GPS ഡിവൈസസ്.
ഈ GPS ഡിവൈസസിനെ ട്രാക്ക് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, അവിടെ എത്ര ലൊക്കേഷൻസ് ഉണ്ട്, അതായത് എത്ര ആൾക്കാർ എത്ര വണ്ടികൾ ഉണ്ട് എന്നുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻസും കിട്ടും. പിന്നെ ആ വണ്ടിയുടെ ഫാസ്റ്റ്നെസ്സും, അതായത് ഒരു ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് ഇത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ GPS മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡും അതിന്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ്, അതായത് അവിടെ എന്തെങ്കിലും ട്രാഫിക് ഇഷ്യൂസ് വന്നാൽ നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ റെഡ് കളർ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതിന്റെ മാനേജ്മെന്റ്, ഇൻ കേസ് ട്രാഫിക് അവിടെ വന്നാൽ വേറെ റൂട്ട് ഏതാണെന്നുള്ള മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഇൻ കേസ് അവിടെ ഭയങ്കര ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ, ഭയങ്കര എന്താ പറയാ ഒരു അർബൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു മെട്രോ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങും റൂട്ടിങ്ങിനും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഡെലിവറി പാത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡ് ഡെലിവറി ആപ്സ്, നമ്മുടെ ലൊക്കേഷനും അവരുടെ കയ്യിലുണ്ട്, അവരുടെ ലൊക്കേഷൻ നമ്മുടെ കയ്യിലും ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡെലിവറി ബോയ് നമ്മുടെ അടുത്തേക്ക് വരുന്ന പ്രോപ്പർ റൂട്ട് നമുക്ക് കിട്ടും. ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ അതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റും ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ 5 മീറ്റർ ബഫർ സോണിൽ പുള്ളിക്കാരനെ റീച്ച് ആയാലും നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും, നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷനും വരും. അപ്പൊ ഇതിനും ഡെലിവറി പാത്തിനും അതിനൊക്കെ മോണിറ്റർ ചെയ്യാൻ, ആ റോഡിന്റെ കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യാനൊക്കെ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫുഡ് ഡെലിവറി ആപ്സ് യൂസേഴ്സ് GIS ടു ഫൈൻഡ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു ഡെലിവർ. അപ്പൊ അവർക്ക് എപ്പോഴും ഫാസ്റ്റസ്റ്റ് വേ ആണ് വേണ്ടത്, അല്ലാതെ സ്ലോ ആയിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ഫുഡ് എത്തുമ്പോൾ ഭയങ്കര ഒരു മണിക്കൂറൊക്കെ എടുത്താൽ നമുക്ക് എല്ലാവർക്കും മുഷിയും. അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്ന് പ്ലാൻ ചെയ്യാനും അത് സെലക്ട് ചെയ്യാനും ചൂസ് ചെയ്യാനും നമ്മുടെ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്. ഇപ്പൊ ഗവൺമെന്റ് GISൽ എങ്ങനെയാ ഗവൺമെന്റിന്റെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നുണ്ട്. എന്താ പറയാ LULC, ഇപ്പൊ ലാൻഡ് യൂസ് ലാൻഡ് കവർ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിലെന്താ ബേസിക് ആയിട്ട് ഓരോ ലാൻഡും എന്താ കവർ ചെയ്തിരിക്കുന്നത്, അതായത് ഓരോ ലാൻഡും എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പർപ്പസ് നമ്മൾ അറിഞ്ഞാൽ, അതായത് ഇതൊരു അഗ്രികൾച്ചർ ലാൻഡ് ആണ്, ഇതൊരു ബിൽഡപ്പ് ലാൻഡ് ആണ്, ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ ഏരിയ ആണ്, അല്ലെങ്കിൽ ഇതൊരു റോഡാണ്, അല്ലെങ്കിൽ ഇതൊരു വാട്ടർ ബോഡി ആണെന്ന് അറിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന് ചുറ്റും ഒരു പോളിഗണോ അല്ലെങ്കിൽ പോയിന്റോ അല്ലെങ്കിൽ ലൈനോ വരയ്ക്കും. അങ്ങനെ ഒരു പോളിഗൺ വരച്ചാൽ നമുക്ക് അത് എത്ര ഏരിയ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ വ്യക്തിയും നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഈ ലോകത്തുള്ള ഓരോ വ്യക്തിയും അവർ സ്വന്തമായിട്ട് എത്ര ലാൻഡ് ഓൺ ചെയ്യുന്നുണ്ട് അതിന്റെ റെക്കോർഡ് കിട്ടാനും, അത് വെച്ചിട്ട് ടാക്സ് ആൻഡ് പബ്ലിക് ടാക്സിന്റെയും എന്താ പറയാ ഇതിന്റെ ഒക്കെ റെക്കോർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GISനെ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് GIS ഫോർ ലാൻഡ് ഓണർഷിപ്പ് മാപ്പിംഗ്, അതായത് ഓരോരുത്തരും എത്ര ലാൻഡ് ആണ് ഓൺ ചെയ്യുന്ന ഡാറ്റ കിട്ടും. പിന്നെ ടാക്സ് റെക്കോർഡും പ്രോപ്പർട്ടി സർവേ എന്ന് പറയും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ, പ്രോപ്പർട്ടി സർവേ ആണ് മെയിൻ ആയിട്ട്. അത് കഴിഞ്ഞ് പബ്ലിക് സർവീസസ് പ്ലാൻ, അതായത് പബ്ലിക് സർവീസസ് എവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യണം, എന്തൊക്കെ ആക്സസിബിലിറ്റീസ് കൊടുക്കണം, ഫെസിലിറ്റീസ് എവിടെ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഡാറ്റാസ് നമ്മളെ GIS ഗവൺമെന്റ് സെക്ടേഴ്സിൽ കൊടുക്കും. അപ്പൊ GIS ഹെൽപ്സ് ട്രാക്സ് ഹൂ ഓൺസ് വിച്ച് ലാൻഡ് ആൻഡ് അവോയ്ഡ് ഡിസ്പ്യൂട്ട്, അതായത് ഓരോരുത്തരും അവനവന്റെ സ്വന്തമായിട്ടുള്ള ലാൻഡ് ആരാണ് അതിന്റെ ഓണർ എന്നുള്ള ശരിക്കുള്ള ഓണർ ആരാന്നുള്ള ഡാറ്റയും ട്രാക്ക് ചെയ്യാൻ GIS ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഓണർ ആരാണോ ആ ഡാറ്റ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യും, പ്രോപ്പർട്ടി റെക്കോർഡ് ഉണ്ടാവും, അതിന് അതിൻ്റെതായ പ്രോപ്പർ ആയിട്ടുള്ള ടാക്സ് റെക്കോർഡും കൊടുക്കും. അപ്പൊ ഓരോ ലാൻഡും എത്ര ഏരിയ ആണോ അതിനനുസരിച്ച് ആ പുള്ളിക്കാരന് വേണ്ട ടാക്സും പ്രൊവൈഡ് ചെയ്യാൻ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ബിസിനസ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൽ എങ്ങനെയാ, അപ്പൊ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഐസ്ക്രീം പാർലർ ആണെന്നുണ്ടെങ്കിലും റെസ്റ്റോറന്റ് ആണെന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടെ ഉണ്ടോ, അവിടുത്തെ പോപ്പുലേഷൻ എന്താണ്. കുറച്ച് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അവിടെ നമ്മളത് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളത് ചൂസ് ചെയ്യില്ല. അപ്പൊ അത് നോക്കും. പിന്നെ അതവിടെ സൂട്ടബിൾ ആയിട്ടുള്ള എംറ്റി ആയിട്ടുള്ള ലാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ, ഇതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യണം. അതിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് GIS ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ബെസ്റ്റ് ലൊക്കേഷൻ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പ് അല്ലെങ്കിൽ എന്തോ പർപ്പസ് ആവട്ടെ, അത് അതത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ കസ്റ്റമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസിൽ കൂടുതലായിട്ട് ഇപ്പം എന്താ പറയാ ആൾക്കാർ കൂടുതൽ വിസിറ്റ് ചെയ്യുന്നത് ഏരിയ ഏതാണ്, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ആ ഏരിയാസ് വിസിറ്റ് ചെയ്യുന്നതെന്നുള്ള സ്റ്റഡി ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് മാർക്കറ്റിങ്ങിനും, അതായത് അവിടെ എത്ര ആൾക്കാരുണ്ട്, അതിൽ കൂടുതൽ ആൾക്കാർ ഏത് റേഞ്ചാണ്, അപ്പം എന്തൊക്കെ അവർ എക്സിക്യൂട്ട് ചെയ്യണം, എന്തൊക്കെയായിരിക്കും അവർ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇവരെ ഒന്ന് എന്താ പറയാ ഇതിലോട്ടൊന്ന് ആകർഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണോന്നൊക്കെയുള്ള പ്ലാനിങ്ങും ചെയ്യാൻ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ആക്സസിബിലിറ്റീസ്, റോഡ്, ട്രാൻസ്പോർട്ടേഷൻസ്, അതിന്റെ അടുത്തുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കാനും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും.
സൂപ്പർ മാർക്കറ്റ് ചെയിൻ യൂസസ് GIS ടു ഓപ്പൺ എ സ്റ്റോർ വെയർ മോർ കസ്റ്റമേഴ്സ് ലീവ്. ആൾക്കാർ കൂടുതലുള്ള ഏരിയസിലായിരിക്കും. നമ്മളെല്ലാവരും ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യാൻ അതിന്റെ ഡാറ്റാസ് തരാൻ വേണ്ടിയിട്ട് GIS ഹെൽപ്പ് ചെയ്യും. അപ്പൊ കുറെ നേരം GIS അതിനെ ഹെൽപ്പ് ചെയ്യും, GIS ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾ കുറെ നേരമായിട്ട് കേൾക്കുന്നത്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു സോഫ്റ്റ്വെയർ കിട്ടിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ പരിപാടി ചെയ്യാം. അപ്പൊ അത്രയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിരിക്കാം, പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. GIS എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത്രയ്ക്കും സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഇനി ഡിഫൻസ് ആൻഡ് മിലിറ്ററിയിലെ GIS എങ്ങനെ? ഒബ്വിയസ്ലി റിയൽ ടൈം മാപ്പിംഗ്. അപ്പോൾ ഉള്ള നമുക്ക് എന്താ പറയാ അവിടെ ഫുൾ ടൈം അതിനെ മോണിറ്റർ ചെയ്ത്, അതായത് മെയിൻ ആയിട്ട് നമ്മളെ ഏരിയ അതിന്റെ ബൗണ്ടറി ബോർഡറിൽ അതിന്റെ മാപ്പ് ചെയ്യും, അതായത് അതിനെ മോണിറ്റർ ചെയ്യും. ആരെങ്കിലും ഇൻട്രൂഡേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള സെൻസ് ചെയ്യാനും സ്കാൻ ചെയ്യാനും ഒക്കെ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ മിഷൻ പ്ലാനിങ്, അതായത് അവരൊരു ലൊക്കേഷനിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു മിഷനിൽ പോവാണെന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് ഇന്ന് നമുക്ക് മിഷനിൽ പോവാന്ന് പറഞ്ഞിട്ട് പ്ലാൻ അങ്ങനെ ഡിസൈഡ് ചെയ്ത് ഒരു ഒറ്റ മൈൻഡിൽ പോകുന്ന ആൾക്കാരല്ല. അവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പം അവർക്ക് ഇൻ ബിറ്റ്വീൻ അവരുടെ റോഡൊന്നും ഉണ്ടാവില്ല. അവർക്ക് എല്ലാം റോട്ടിലൂടെ അല്ലല്ലോ പോവാ, അതിന് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും വഴികളിലൂടെ ആവും പോവാ. അപ്പൊ അത് പ്ലാൻ ചെയ്യാൻ, ഇൻ ബിറ്റ്വീൻ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ എവിടെയാണെന്ന് പ്ലാൻ ചെയ്യാൻ. അതും ഭയങ്കര തുറന്നിട്ട ഓപ്പൺ സ്പേസിലാവരുത്, കുറച്ചൊന്ന് ഉള്ളിലോട്ടുള്ള ഏരിയ ആവണം. അപ്പൊ ഇതിൽ കേവ്സ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അവരുടെ കയ്യിൽ പല പല മെഷീൻസും പല പല എക്യുപ്മെന്റ്സും ഉണ്ടാവും. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്, സേഫ് ആയിട്ട് വെക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്നൊക്കെ പ്ലാൻ ചെയ്യാൻ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ഇന്റലിജൻസ് ഗാദറിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് അവർക്ക് വേണ്ട എല്ലാ ഡാറ്റാസും അവർക്ക് എന്താണോ മിഷനിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ ആ ഏരിയനെ പറ്റി പഠിക്കേണ്ടി വരും. അതായത് അവിടുത്തെ ആക്സസിബിലിറ്റീസ് പഠിക്കേണ്ടി വരും, അവിടെ എന്തെങ്കിലും ഡിസാസ്റ്റർ ആയിട്ടുള്ള ഏരിയ ആണോ എന്ന് പഠിക്കേണ്ടി വരും. അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂലും ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആയി പോയാൽ ആ ലൊക്കേഷനിലോട്ട് എങ്ങനെ എത്തണം, അവരെങ്ങനെ റെസ്ക്യൂ ചെയ്യണം, അവരെവിടേക്ക് സെർച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ബോർഡർ സെക്യൂരിറ്റിയിലാണ് നമ്മളെ GISന്റെ മെയിൻ ഹെൽപ്പ് എന്ന് പറഞ്ഞാല് ഡിസാസ്റ്റർ റെസ്പോൺസ് ബൈ പ്രൊവൈഡിങ് അക്യുറേറ്റ് ഡാറ്റ ഫോർ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. അതായത് ബോർഡർ സെക്യൂരിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിയൽ ടൈം ഡാറ്റയാണ്. അപ്പൊ റിയൽ ടൈം ഡാറ്റയിൽ അവർക്ക് അപ്പൊ വേണ്ട എന്താ പറയാ അപ്പൊ എന്താണ് അവരുടെ ഇഷ്യൂ അത് സോൾവ് ചെയ്യാനുള്ള പ്രോപ്പർ ഡാറ്റ അവർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് GIS ഹെൽപ്പ് ചെയ്യും. അത് ഇപ്പോ കുറെ GISന്റെ ഡാറ്റാസും അവിടെ ഹെൽപ്പ് ചെയ്യും ഇവിടെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഒരു 5-8 കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നല്ല. ബേസിക്കലി ഇപ്പൊ പറയുന്ന GIS എല്ലാ സെക്ടേഴ്സിലും ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ റിയൽ വേൾഡിലുള്ള ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മളെ വേൾഡിലുള്ള ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അഗ്രികൾച്ചർ ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഓരോരോ ഫീച്ചേഴ്സിനായിട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിനെല്ലാം നമ്മളെ വേൾഡിനെ ഫുള്ള് ഒന്ന് ചുരുക്കിയിട്ട് ഒരു മാപ്പ് ആക്കുന്ന പരിപാടി ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിന്റെ ഉള്ളിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പൊ GISന്റെ അപ്ലിക്കേഷൻസ് ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ എന്ന് നമുക്ക് ഇങ്ങനെ ചുരുക്കാൻ പറ്റില്ല. എല്ലാ ഫീൽഡിലും ഇപ്പൊ GIS ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യുമ്പോൾ നിങ്ങൾ റാൻഡം ആയിട്ട് ഒരു LULC ആയിരിക്കും ഉണ്ടാക്കുക. അതായത് ജസ്റ്റ് ഒരു പോളിഗൺസ് ആവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു പോയിന്റ് ആവും ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ അതിൽ നിന്ന് വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പല പല പേർപ്പസസും ഉണ്ടാവും. അത് എന്താ പറയാ അത് നമുക്ക് ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത പല പല പേർപ്പസസും ആവും. അപ്പൊ നമ്മൾ എന്താ പറയാ ചെറിയൊരു സംഭവമാണ് ഇതെന്ന് വിചാരിക്കേണ്ട. GIS എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ ഞാൻ ഭയങ്കര തള്ളി പറയല്ല, പക്ഷെ GIS എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫിനോമിനൻ ആയിട്ട് വരികയാണ് ഇപ്പൊ നമ്മളെല്ലാം ഡിജിറ്റൈസ് ചെയ്യാണ്, എല്ലാം ഡിജിറ്റൽ വേൾഡിലാണ്. എല്ലാരും ഇപ്പൊ പണ്ടത്തെ പോലെ പ്രോപ്പർട്ടി സർവേ കമ്പും കോലും കുത്തിയിട്ടൊന്നല്ല, ഇപ്പൊ എല്ലാരും ഡിജിറ്റൽ ആയിട്ട് പരിപാടികൾ ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് GIS പഠിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സാലറി പാക്കേജ് ഇൻ ഇന്ത്യയിലും അബ്രോഡിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ്. ഡിസ്കസ് ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സ്ലൈഡ് ഒന്ന് നോക്കിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്താ പറയാ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഈ PPT അയച്ചു തരുന്നതാണ്. അപ്പൊ ഇതിൽ സാലറി പാക്കേജ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും 0 to 2 year, അങ്ങനെ ഒരു ഇയർ കാറ്റഗറി ഇല്ല. മീൻസ്
എന്താ പറയാ, നിങ്ങൾക്ക് ഇത്ര ഇയറിൽ ഇത്ര സാലറി കിട്ടൂ, അല്ലെങ്കിൽ ഇത്ര ഇയറിൽ നിങ്ങൾ ഈ ഒരു പൊസിഷൻ സെർവ് ചെയ്യുള്ളൂ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ പെർഫോമൻസ് ആണ് മെയിൻ. നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ, നന്നായിട്ട് ഭയങ്കര സ്കിൽഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടീമിനെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നല്ല ഭംഗിയിൽ സോൾവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, നിങ്ങൾ ഏത് ഫ്രഷർ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊന്നും അതൊന്നും അത് നോ വൺ കേസ്. നിങ്ങൾ നല്ല ഭംഗിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ നല്ല ഭംഗിയിൽ ഫയൽ ചെയ്യുന്നുണ്ട്, ഒരു എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗി, നല്ല പാക്കേജും നല്ലൊരു പൊസിഷൻസും കിട്ടും. അങ്ങനെ ഇത്ര വർഷം സെർവ് ചെയ്താലേ നിങ്ങൾക്ക് ഇത്ര സാലറി ഉള്ളൂ കിട്ടും എന്നൊന്നും വിചാരിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ സ്കില്ലാണ് മെയിൻ. നിങ്ങൾ നല്ല ഭംഗിയിൽ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിൽ ആസ്വദിച്ച് GISന്റെ വർക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് PPT വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെക്കുന്നുണ്ട്. നേരത്തെ വെച്ചിരുന്നു, സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു ആരേലും? എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് അബ്രോഡിലാണ്. അബ്രോഡിലും ഞാൻ പറയാണ്, നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിരിക്കും. നിങ്ങൾ നല്ല ഭംഗിയിൽ പെർഫോം ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന, നിങ്ങളുടെ സ്കില്ല് ഡിസേർവ് ചെയ്യുന്ന പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. ഒരിക്കലും എന്താ പറയാ, ഡിസപ്പോയിന്റഡ് ആവരുത്. നമ്മള് ബെറ്റർ ആയാൽ നമുക്ക് എന്തായാലും ബെറ്റർ ഓപ്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന്, നമ്മളിപ്പം കുറെ പറഞ്ഞു GIS ആ സെക്ടറിലുണ്ട്, ഈ സെക്ടറിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേരം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇപ്പൊ റിയൽ വേൾഡിൽ ഇപ്പം GIS എവിടെയാ ഉള്ളത്, GIS ഉണ്ടോ എന്നൊക്കെയുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ന്യൂസ് കട്ടിങ്സ് ആഡ് ചെയ്തതാണ്. അപ്പൊ ഇപ്പം 2025 5th മെയ്യിലുള്ള ന്യൂസ് ആണ്. എന്താ വെച്ചാൽ അഹമ്മദാബാദ് സിവിക് ബോഡി സെറ്റ് ടു ജിയോ ടാഗ് 24.46 lakh പ്രോപ്പർട്ടീസ്. അതായത് 24.46 lakh പ്രോപ്പർട്ടീസിനെ ജിയോ ടാഗ് ചെയ്യാൻ. അതായത് അത് ഇമേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീഡിയോസ് ആയിരിക്കാം. ഈ ഇമേജസിനെ റിയൽ വേൾഡ് കോർഡിനേറ്റ്സ് കൊടുക്കാം. അതാണ് നമ്മൾ അഹമ്മദാബാദിലെ പുതിയൊരു പ്രൊജക്ട്. അപ്പൊ ആ റിയൽ വേൾഡ്, ഈ ഇമേജസിന് റിയൽ വേൾഡ് കോർഡിനേറ്റ്സ് കൊടുക്കുന്നത് നമ്മളാണ്. ഇതൊരു GIS പ്രോജക്റ്റ് ആണ്. അപ്പൊ അത് ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നത് ഒബ്വിയസ്ലി GIS എഞ്ചിനീയർ അല്ലെങ്കിൽ GIS ആസ്പിറൻസോ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ റിയൽ വേൾഡിൽ ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, GIS എന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് ന്യൂസ്, അതിലുണ്ടാവും ഇമേജസ്, വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൽ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും. ആ പോർഷൻ എടുത്താൽ നിങ്ങൾക്ക് GISന്റെ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്ഡേറ്റ്സും കിട്ടും. അതിലിപ്പോ നടക്കുന്ന GIS റിലേറ്റഡ് പ്രോജക്ട്സും നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാൻ പറ്റും. അപ്പം ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ റിയൽ വേൾഡിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന GISന്റെ സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് അടുത്ത ന്യൂസ് ആണ്. അതായത് ലക്നൌല് GIS ബേസ്ഡ് മാസ്റ്റർ പ്ലാൻ ഫോർ ഓൾ സിറ്റീസ് ബൈ മെയ് എൻഡ്. അതായത് GIS ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഹലോ, ആരോ ഒരാളുടെ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ ലക്നൌവില് ചീഫ് മിനിസ്റ്റർ പുതിയൊരു ഇത് കൊണ്ടുവന്ന് അപ്രൂവ് ചെയ്തതാണ്. അതായത് GIS ബേസ്ഡ് മാപ്പ് ഉണ്ടാക്കാൻ, അതായത് ബിൽഡിംഗ് മാപ്പ് ഉണ്ടാക്കാൻ, പ്രോപ്പർ ആയിട്ട് അതിന്റെ സിറ്റി മാപ്പ് ഉണ്ടാക്കാൻ. അതാണ് പുതിയൊരു പ്രോജക്റ്റ്. അപ്പൊ മെയ് 5 ആ പ്രോജക്റ്റ് ഹലോ മെയ് 5 അത് എൻഡ് ചെയ്യണമെന്നാണ് ആ പ്രൊജക്ടിന്റെ. ഇപ്പൊ കറന്റ്ലി അത് കറന്റ്ലി ആ പ്രൊജക്ട് ഇല്ല. അപ്പൊ 2025 മെയ്യിൽ അത് കഴിഞ്ഞു. അപ്പൊ അതായിരുന്നു ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ പ്രൊജക്ട് ആണ് ഇത്. ഓക്കെ, അത് കഴിഞ്ഞത് ജിയോ ഇൻഫോർമാറ്റിക്സ് AI ടു ടേക്ക് ബെറ്റർ എയിം അഗെയിൻസ്റ്റ് മൊസ്കിറ്റോസ്. അതായത് മൊസ്കിറ്റോസിന്റെ ഗ്രോത്തിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് GIS. ഇത് എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. കാരണം നമ്മളിപ്പോ ബാക്കി ഫ്ലഡും എന്നൊക്കെ ഞാൻ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു, ലാൻഡ് യൂസ് ലാൻഡ് കവർ എന്നൊക്കെ പറഞ്ഞു. മൊസ്കിറ്റോസിന് എങ്ങനെയായിരിക്കും GIS ട്രാക്ക് ചെയ്യാം, മോണിറ്റർ ചെയ്യാം എന്നുള്ള ഡൗട്ട് എനിക്കും വന്നു. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. അപ്പൊ എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ, ഈ മൊസ്കിറ്റോസിന് ഒരു ഹാബിറ്റാറ്റ് ഉണ്ട്. അവര് ജീവിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ഹ്യൂമിഡിറ്റി ആവാം, ടെമ്പറേച്ചർ ആവാം, ക്ലൈമറ്റ് ആവാം. ഈ ക്ലൈമറ്റ് അവർക്ക് വേണ്ടത് എവിടെയാണോ ഉള്ളത് അത് സ്റ്റഡി ചെയ്യാം. അതായത് അവർക്ക് വേണ്ട ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഏതാണെന്ന് സ്റ്റഡി ചെയ്യാം. ആ ക്ലൈമറ്റ് എവിടൊക്കെ ഉണ്ടോ, ആ ഒരു കണ്ടീഷൻസ് എവിടൊക്കെ ഉണ്ടോ അവിടെ മൊസ്കിറ്റോസിന്റെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ആ മൊസ്കിറ്റോസിന്റെ ഗ്രോത്ത് എവിടൊക്കെയാ ഉള്ളത്, അതിന്റെ മൈഗ്രേഷൻ, ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ GIS ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് ജസ്റ്റ് എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. അത് കഴിഞ്ഞ്
രാജസ്ഥാൻ ഗവൺമെന്റ് അപ്രൂവ് 3D GIS മോഡൽ ഫോർ സിറ്റി ഡെവലപ്മെന്റ്. അതായത് GISന്റെ മോഡൽസ്, അതായത് 3D മാപ്പിംഗ് സിറ്റി ഡെവലപ്മെന്റിന് പ്രോപ്പർ ആയിട്ട് നമ്മളെ സിറ്റി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാപ്പ് ക്രിയേഷൻ ഉണ്ടാക്കുക. അതിന് രാജസ്ഥാൻ ഗവൺമെന്റ്, അതിപ്പം എന്താ പറയാ 2023 ഇപ്പോഴും കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ആണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ കുറെ ഇങ്ങനെ, ഇത് മാത്രമല്ല ഇതിലും കുറെ പ്രൊജക്ട്സ് ആൾ ഇങ്ങനെ ഇപ്പോഴും കറന്റ്ലി റണ്ണിങ് ഉണ്ട് GIS ഓറിയന്റഡ് ആയിട്ടുള്ള. അതിലൊന്നാണ് ഇപ്പൊ നമ്മുടെ കറന്റ്ലി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നതാണ്, സർവേ ഓഫ് ഇന്ത്യയുടേതാണ് സ്വാമിത്വ എന്ന് പറയും. അതായത് ഇപ്പൊ പണ്ട് നമ്മൾ പ്രോപ്പർട്ടി സർവേക്ക് മറ്റേ കൊമ്പും കോലൊക്കെ കുത്തുന്നതിന് പകരം ഇപ്പൊ നമ്മളെല്ലാം ഡിജിറ്റൽ ആക്കുക. അതായത് എൻറ്റയർ നമ്മളെ ഡാറ്റാസിനെ, അതായത് പ്രോപ്പർട്ടി ഡാറ്റാനെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്വാമിത്വ മിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബിൽഡിങ്ങിനെയും, ഇതിപ്പോ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് പാർസൽ എന്ന് കൊടുക്കും, ഇത് പാർസൽ, ഇത് അഗ്രികൾച്ചർ ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനെ നമ്മൾ നല്ല ഭംഗിയിൽ ഡിജിറ്റൈസ് ചെയ്യും, വരച്ചതിന് ശേഷം ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടിയുടെ സർവേ ചെയ്തിട്ട് എത്ര ഏരിയ ഉണ്ട്, അതിന് വേണ്ട ടാക്സ് എത്രയാണെന്നുള്ള കാൽക്കുലേഷൻസും പരിപാടികളൊക്കെ ചെയ്യാം. അപ്പൊ ഇത് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റ് ആണ്. ഇപ്പം എന്താ പറയാ നമ്മുടെ കുറെ മാനുവലി നമ്മൾ ചെയ്ത് ടൈം കൺസ്യൂമിങ് പരിപാടി ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സ്വാമിത്തയുടെ പ്രൊജക്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് GISന്റെ ഇപ്പൊ കറന്റ്ലി നടക്കുന്നത്. ഇപ്പൊ ഇതിന് മാത്രമല്ല, GIS കുറെ സെക്ടേഴ്സിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇന്ത്യയുടേതാണ് പറഞ്ഞത്, ഇപ്പം പുറത്താണെന്നുണ്ടെങ്കിലും ഫോറസ്റ്റ് മാപ്പിങ്ങിനാണെന്നുണ്ടെങ്കിലും ലാൻഡ് യൂസ് ലാൻഡ് കവർ മാപ്പിങ്ങിനാണെന്ന്, ബേസിക് ആയിട്ട് ലാൻഡ് യൂസ് ലാൻഡ് കവർ മാപ്പിംഗ് ആണ് എല്ലാത്തിന്റെയും ഒരു ബേസ്. കാരണം ആ ലാൻഡിൽ എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പൊ അതിനൊക്കെ ആണെന്നുണ്ടെങ്കിലും GISന്റെ ഡാറ്റാസും ഹെൽപ്പ് ചെയ്യും. GIS പഠിച്ച ഒരാൾക്കും അതിന് നന്നായിട്ട് റോളും ഉണ്ട്. അപ്പൊ ഇതാണ് ഇത്രയും നേരം നമ്മൾ GIS എന്ന് പറഞ്ഞു, കുറെ GIS എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ബേസിക്കലി എന്താ പറയാ GISനെ പറ്റി അറിയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ഒരു ½ അല്ലെങ്കിൽ ഒരു 1 അവറിനോട് ഒരു എന്താ പറയാ ഒന്ന് ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾക്ക്, മീൻസ് നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, നിങ്ങൾക്കും വർക്ക് ഉള്ള ആൾക്കാരാണ്, ആ ടൈം ലിമിറ്റിന് നമ്മൾ ഈ പരിപാടി ഒരുക്കിയത്. അപ്പോ എന്താ പറയാ ഇതിലും കൂടുതൽ GISനെ പറ്റി പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ GIS അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവും ഇതെങ്ങനെ ചെയ്യും, ഇത് സംഭവം, ഇപ്പം കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട. ഇപ്പൊ എനിക്ക് പറ്റാന്നുണ്ടെങ്കിൽ എനിവൺ ക്യാൻ. അപ്പോ അത്ര ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, പക്ഷെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ്. അത് ഭയങ്കര സ്ട്രെസ് റിലേറ്റഡ് ഒന്നും അല്ല, നിങ്ങൾക്ക് കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് പഠിച്ച് കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ആണ്, അല്ല ഒരു ഫീൽഡാണ് GIS. അപ്പോ ആ GIS നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എന്തിന് നിങ്ങൾ GISനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും GISനെ പറ്റി ഇത്രയും നിങ്ങൾക്ക് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് GISന് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്റ്റ് ചെയ്യാലോ എന്നുള്ളൊരു സംഭവങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഓടുന്നുണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് സിയറ്റ്ന അല്ലെങ്കിൽ വൈ സിയറ്റ്ന എന്നുള്ളതാണ് ഇനി നമ്മള് അങ്ങനെ ഒരു വലിയൊരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര എന്താ പറയാ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര ഇതിനെപ്പറ്റി എലാബറേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ എന്തിന് ഞങ്ങളെ ചൂസ് ചെയ്യണം, എന്തിന് ഞങ്ങളുടെ അടുത്തേക്ക് വരണം, ഞങ്ങളുടെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ചെറിയ കാര്യം പറഞ്ഞുതരാം. അപ്പൊ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സിലബസ്, അതായത് ഇൻഡസ്ട്രി അലൈൻഡ് സിലബസ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന നമ്മുടെ കറന്റ്ലി ഉള്ള GIS ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇപ്പൊ റിയൽ ടൈമിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറെ വാസ്റ്റ് ആയിട്ട് കുറെ സിലബസുകൾ എടുത്തിട്ട് നിങ്ങളെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി GIS എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ഫീല് വരുത്താണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾക്ക് എന്താണോ നീഡഡ്, ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് റിയൽ വേൾഡിനായിട്ട് അറ്റാച്ച് ചെയ്ത് പോകുന്ന ഒരു സിലബസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ആ സിലബസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ ഗോ ത്രൂ പോകുമ്പോൾ ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങളുടെ സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്ലേസ്മെന്റ് സപ്പോർട്ട്, അതായത് നിങ്ങളിത് പഠിച്ച് കഴിഞ്ഞിറങ്ങിയാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോ ടാറ്റ ബൈബൈ എന്ന് ഞങ്ങൾ പറയില്ല. നിങ്ങൾക്ക് ആ എൻഡിൽ നിങ്ങളെ വർക്ക് ചെയ്ത് കേറുന്നത് മുതൽ ഇനിയിപ്പോ നിങ്ങൾ അവിടുന്ന് ഇൻ കേസ് എന്തെങ്കിലും ആയി നിങ്ങൾക്ക് അത് നിർത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബോറടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബെറ്റർ ഓപ്ഷൻ കണ്ടു, ആ ബെറ്റർ ഓപ്ഷനിലോട്ട് നിങ്ങൾ പോയി, എന്തോ ആവട്ടെ നിങ്ങളെ പഠിച്ചു കഴിഞ്ഞതോടെ നമ്മൾ തമ്മിലൊരു കോണ്ടാക്ട് അവിടെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ എന്നും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ആയിട്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് വേണ്ട CV പ്രിപ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും മോക്ക് ഇന്റർവ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ
കണ്ടക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പിന്നെ GISന്റെ നിങ്ങൾക്ക് ഓൾ ടൈം നിങ്ങൾ അത് പഠിച്ചിറങ്ങിയാലും അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അപ്പപ്പോ വേണ്ട അപ്ഡേറ്റ്സും അല്ലെങ്കിൽ പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസും അല്ലെങ്കിൽ ന്യൂസസും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള GIS കമ്മ്യൂണിറ്റിയും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹാൻഡ് ഓൺ ലേണിംഗ് വിത്ത് ലൈവ് പ്രൊജക്ട്സ്. ഇപ്പം ഞങ്ങളൊരു 3 മന്ത് കോഴ്സ് ആണ്. 3 മന്ത് കോഴ്സിൽ ഫസ്റ്റ് 2 മന്ത് ഒബ്വിയസ്ലി തിയറിയും പ്രാക്ടിക്കൽസും ആയിട്ട് നമ്മൾ പോകും. അതിൽ തിയറിനേക്കാളും ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് പ്രാക്ടിക്കൽസ് ആണ്. കാരണം നിങ്ങൾക്ക് എന്തറിയും എന്നുള്ളതിനേക്കാളും നിങ്ങൾ എത്ര ഭംഗിയിൽ ചെയ്യുന്നു എന്നാണ് നോക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് കുറേ ഹിസ്റ്ററിയും ബയോഡാറ്റയൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഭംഗിയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോളജ് ഒന്നും അവിടെ ഒരു യൂസ് ഇല്ല. അത് ഞാൻ നെവറാക്കി കളയില്ല, നിങ്ങളെ നോളജ് വേണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ ഇത് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. നിങ്ങൾ ചെയ്യുന്നോ അതാണ് കാര്യം, അല്ല നിങ്ങൾക്ക് അറിയുന്നോ എന്നല്ല. അപ്പോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ലാസ്റ്റ് ഈ 2 മാസം കഴിഞ്ഞാൽ പിന്നെ 3rd മന്തിൽ നിങ്ങൾക്ക് റിയൽ ടൈം ഒരു പ്രൊജക്ട് ചൂസ് ചെയ്യാം. അതായത് ഈ 2 മന്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി GISന്റെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വന്ന് നിങ്ങൾ തന്നെ ഒരു പ്രൊജക്ട് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കും. ദാറ്റ് ഡസൻ മീൻ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ നിങ്ങളെ വേറൊരു സംഭവത്തിലോട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക ഒന്നുമില്ല. നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ക്യൂരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും ഒരു എന്താ പറയാ ഒരു സേഫ് സോൺ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് എന്താ പറയാ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഒരു എന്താ പറയാ നിങ്ങൾ പ്രഷർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ ഒരു പ്രഷർ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതിനൊന്നും ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളുടെ സോഫ്റ്റ്വെയർസ്, അതായത് ബേസിക് ആയിട്ട് ഞങ്ങൾ കുറച്ച് സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രമല്ല, നിങ്ങൾ എത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ എത്ര പ്രോപ്പർ ആയിട്ട് എത്ര എറർ ഇല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആ ഡെലിവറി ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു ഡാറ്റ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എത്ര ഭംഗിക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യും അല്ലെങ്കിൽ എത്ര ഭംഗിക്ക് നിങ്ങൾ അത് ഡെലിവറി ചെയ്യുന്നുള്ളതും ഞങ്ങളുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അറിവുകൾ മാത്രമല്ല, നിങ്ങൾ എത്ര ഭംഗിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ മേക്കപ്പ് ചെയ്തെടുക്കുന്നതും സിയറ്റ്നയുടെ ഒരു എന്താ പറയാ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പൊ അതും ഞങ്ങൾ നല്ല ഭംഗിയിൽ ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്ത് മൗൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ലൈഫ് ടൈം ആക്സസ്, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ കമ്പനിയിൽ റീവിസിറ്റ് ചെയ്യാം. എപ്പോ വേണമെന്നുണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിലും അഡ്വൈസസ് ആണെന്നുണ്ടെങ്കിലും ഓൾ ടൈം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും സിയറ്റ്നയുടെ ഡോർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഇങ്ങോട്ട് വരാനുള്ളൊരു മടിയോ ഒന്നും നിങ്ങൾ കാണിക്കണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ആരാ എന്താവും നോക്കണം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തത് എന്താ പറയാ സെറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. അത് കഴിഞ്ഞ് ഫ്ലെക്സിബിൾ ലേണിംഗ് മോഡ്സ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആണോ വേണ്ടത് അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണോ വേണ്ടത്, കാരണം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒബ്വിയസ്ലി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈം ലിമിറ്റ്സ് ഉണ്ട്. ആ ടൈം ലിമിറ്റ്സിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യാം. അതിന് ഒന്ന് ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇത്ര ടൈമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ആക്സസ്, നിങ്ങൾക്ക് ഏതാണോ ഈസി, ആ പരിപാടികൾ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം സിയറ്റിന് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ എണ്ണി പറയല്ല. പക്ഷെ ഞാൻ എന്താ പറയാ ഞങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പൊ ഇതിന് പുറമെ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ജോയിൻ ചെയ്യണം, എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയാസ്, അഡ്മിഷൻ എങ്ങനെ എടുക്കാന്നൊക്കെ കൂടുതൽ ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. സ്ക്രീൻഷോട്ട് എടുത്തോ? അപ്പോ ഇന്നത്തെ വെബിനാറിന്റെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ഭയങ്കര പൊളൈറ്റ് ആയിട്ട് കാമായിട്ടിരുന്നു. അതിന് വലിയൊരു താങ്ക് യു. പക്ഷെ ഒരു വോട്ട് ഓഫ് താങ്ക്സിന് മുന്നേ നമുക്ക് എന്താ പറയാ നിങ്ങൾക്ക് GISനെ പറ്റി എന്തൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നൊന്ന്
ഡിസ്കസ് ചെയ്യാം. ഇനി ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഒരു മടിയും കാണിക്കണ്ട. അല്ലെങ്കിൽ നേരത്തെ ഇൻട്രോ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മടി കാണിച്ചു, അങ്ങനെ മടിയൊന്നും കാണിക്കണ്ട. അങ്ങനെ ഒരു മടിച്ച് കുറച്ച് ബാക്കിലിരിക്കുന്ന ആൾ തന്നെ ആയിരുന്നു ഞാനും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ക്ലാസ് എടുക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾ അങ്ങ് സംസാരിച്ചാൽ മതി. ആരും നിങ്ങളെ ഇവിടെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കളിയാക്കാനോ ഇരിക്കുന്നതല്ല. ഇതിലിരിക്കുന്ന നമുക്ക് ഞാനും കുറെ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഞാനൊരു സ്റ്റുഡന്റ് തന്നെയാണ്. ഞാനിപ്പോ നിങ്ങളിൽ ത്രൂ എന്റെ സ്റ്റുഡൻസ് ത്രൂ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് സില്ലി ആയിട്ട് കാണണ്ട. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോ ഇനി നമുക്ക് നിങ്ങളുടെ ഒരു ഡൗട്ട് സെഷനിലോട്ട് പോയാലോ? യെസ്. ഓക്കെ. ഹലോ, ചോദിച്ചോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നസ്രീന വളരെ നന്നായിട്ട് ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് GIS എന്ന് പറഞ്ഞത്. അത് വളരെ മനോഹരമായിട്ട് ഒരു 1 hour കൊണ്ട് എടുത്തു തീർക്കാൻ കാണിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. അപ്പൊ അതിനൊരു വലിയൊരു നന്ദിയുണ്ട്. വളരെ ഷോർട്ട് ടൈം കൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മാമിന് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും? ഡൗട്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ എടുക്കുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് ഡെയിലി ആണോ നിങ്ങൾ ക്ലാസ് കൊടുക്കുന്നത് അതോ വീക്കിലി ആണോ എന്നൊക്കെയുള്ള കാര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞങ്ങൾ ഡെയിലി ക്ലാസ്സസ് ആണ്. ഇപ്പൊ സൺഡേസ് ഫ്രീ ആണ്, ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. വീക്കെൻഡ്സിൽ ഞങ്ങള് ക്ലാസ് ഇല്ല, ബാക്കി എല്ലാ ഡേയ്സിലും ക്ലാസ് ഉണ്ടാവും. നൈറ്റ് ആണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടൈമോ നൈറ്റ് എപ്പോഴാണ് ടൈം കൊടുക്കുന്നത്? ഇപ്പോ ഉള്ള ക്ലാസ് 8 to 9 ആണ്. പക്ഷെ ഇനിയിപ്പം നിങ്ങൾ പുതിയ ബാച്ചസ് അല്ലേ, അപ്പൊ പുതിയ ബാച്ചസിന് എല്ലാവർക്കും കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈം നോക്കിയിട്ടാവും ഇതുള്ളത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ ടൈമിങ്ങും ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ആ നമ്പറിൽ കാര്യങ്ങളെല്ലാം പറയും എപ്പോഴാ ടൈം. മോസ്റ്റ്ലി 8 to 9 ആയിരിക്കും, അല്ലെങ്കിൽ 8 to 10ന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ടൈം. നിങ്ങളിപ്പോ പ്ലേസ്മെന്റ് പറഞ്ഞല്ലോ, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്ന് പറയുന്നപ്പോ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് വർക്ക് തരുമോ നിങ്ങൾ, അതോ ഇല്ല ഞങ്ങളുടെ സംഭവം എന്ന് വെച്ചാൽ മാത്രമാണോ? നിങ്ങളുടെ CV പ്രിപ്പറേഷനും അതുപോലെ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ തന്നിട്ട് ഒരു ജോബ് വരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്ലേസ്മെന്റ് എന്തെങ്കിലും കാണാന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ അതിൽ ക്വാളിഫൈ ചെയ്യാന്നുള്ള പ്രോപ്പർ ട്രെയിനിങ് തരാൻ. അതായത് എന്താ പറയാ, പ്ലേസ്മെന്റ് അഷുറൻസ് ആണ്. അതായത് ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകേണ്ടി വന്നാല് അതിന് എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത്, അവര് തരുന്ന ഇതെങ്ങനെയാണ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ള നിങ്ങളുടെ ഐസ് ബ്രേക്ക് ചെയ്യാൻ. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചിറങ്ങിയത് വിചാരിച്ച് നിങ്ങൾക്ക് എവിടെ പോയിട്ട് സെർച്ച് ചെയ്യണം, എന്ത് സെർച്ച് ചെയ്യണം, ആ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അതും ഒന്ന് ബ്രേക്ക് ത്രൂ ചെയ്യാൻ, അതിനും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു ജോബ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റില് ഒരു ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ. അതായത് നിങ്ങള് സർട്ടിഫൈഡ് അപ്രൂവ്ഡ് ആണ്, ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആണോ അതോ നാഷണൽ ലെവലിൽ അപ്രൂവ്ഡ് ഏതാണ് നിങ്ങൾ ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലേ ഇത്? സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്. അത് ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആണോ? സോറി ടു സേ, ഞാനിത് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എനിക്ക് സർട്ടിഫിക്കറ്റ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. ഇപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അതിൽ പിള്ളേർക്ക് ജോബ് കിട്ടുന്നുണ്ട് എന്നുള്ള ഇതേ അറിയുള്ളൂ. അപ്പോ അത് നാഷണലി, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികള് ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതറിയണം. ഉണ്ട്. അപ്പൊ അത് ഞാൻ പറയാൻ കാരണം മാമിന് അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോ ഒരു ജോബിന് ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരിത് അപ്രൂവ്ഡ് ആണോ, ഈ സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ആണോ എന്നൊക്കെ അറിയണമല്ലോ. ചിലപ്പോ ചില സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല, എടുക്കാറില്ല ചില ഇൻസ്റ്റിറ്റ്യൂഷന്റെ. അപ്പോ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്.
അത് മാം അതാ ഞാൻ പറഞ്ഞ നമ്പർ ഇല്ലായിരുന്നു, അതിൽ വിളിച്ചാൽ മതി. ഞങ്ങളുടെ മാം ആണ്. മാം ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ്സിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും കോഴ്സിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും എനി ടൈം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പുള്ളിക്കാരി നല്ല ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ ഓക്കെ. എനിവേ താങ്ക്സ് നസ്രീന. വളരെ നല്ല ക്ലാസ് എടുത്തു തന്നതിനും സംശയങ്ങൾ ദൂരീകരിച്ചു തന്നതിനും കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് താങ്ക് യു മാം. ഓക്കെ. മാഡം, ഹലോ സർ. പറയൂ. എനിക്ക് ഞാൻ മകൾക്ക് വേണ്ടിയിട്ടാണ് ഡൗട്ട്സ് ചോദിക്കുന്നത്. ഒരു ചോദിച്ചോ. 10-15 മിനിറ്റ്, ഒരു 10 മിനിറ്റിലധികം ക്ലാസ് മിസ്സായി. എങ്കിൽ കൂടി കേട്ടതിടത്തോളം നല്ല നല്ല ഒരു എനർജറ്റിക്കൽ ക്ലാസ് ആയി തോന്നി എനിക്ക് കേട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ സ്റ്റുഡൻസിന്റെ ഏത് കോഴ്സ് പഠിച്ചാലും അവർക്ക് ഈ റിസർച്ച് ഇത് പഠിക്കാൻ പറ്റും, GIS പഠിക്കാൻ പറ്റും? ഇപ്പൊ ബേസിക്കലി ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ കറന്റ്ലി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഒരു 10th ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു കുറെ പേര് വർക്ക് ചെയ്തത്. ജസ്റ്റ് ഒരു 10th ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ അത് എന്താ പറയാ, ആ കമ്പനീസിലും കുറച്ച് സ്റ്റാർട്ടപ്പ് കമ്പനീസിലൊക്കെ നമുക്ക് 10th ബാക്ക്ഗ്രൗണ്ട് ആയാലും പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു MNC ആണ് നിങ്ങൾ പോയിന്റ് ഔട്ട്, അല്ലെങ്കിൽ MNC കമ്പനിയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തായാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു PG ക്വാളിഫിക്കേഷൻ എങ്കിലും വേണം. അത് നിങ്ങൾക്ക് ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ജിയോളജി, EVS എന്തോ ആവട്ടെ, നിങ്ങൾക്ക് GISന്റെ ഒരു കോഴ്സോ അല്ലെങ്കിൽ GISന്റെ ഒരു സർട്ടിഫിക്കറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബ് കിട്ടും. ഇപ്പൊ പ്ലസ് ടു ഉള്ള ഒരു കുട്ടിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പ്ലസ് ടു എടുത്ത കുട്ടിയെ കുറിച്ച് മാഡത്തിന്റെ 3 months കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പ്ലസ് 2 കഴിഞ്ഞവർക്കും 3 month കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവര് പ്ലസ് 2 കഴിഞ്ഞാലും ഒരു ജിയോളജി അറിയാം അല്ലെങ്കിൽ GIS അറിയാം എന്നുള്ള ഒരു രീതിയിൽ എടുക്കും. പക്ഷെ ഒരു MNC കമ്പനി ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അതിൻ്റെതായ ഒരു ഇഷ്യൂ ഉണ്ടാവും. കാരണം ഒരു ഡിഗ്രിയാണ് എല്ലാവർക്കും വേണ്ട ബേസിക് നെസസിറ്റി എന്ന് പറഞ്ഞാല്. ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. പ്ലസ് 2 കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ എന്തായാലും ജോബ് കിട്ടും. അത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചാണ്. പക്ഷെ ഇപ്പം എല്ലാ ലൈഫിലും നമുക്ക് ലോങ് ലൈഫിൽ സ്റ്റാർട്ടപ്പിൽ ഒതുങ്ങി നിൽക്കട്ടല്ലോ. നമുക്ക് എല്ലാവർക്കും MNC എന്തെങ്കിലും ഒന്ന് MNC കയറണം എന്നായിരിക്കും നമ്മൾ അൾട്ടിമേറ്റ് ഗോള്. ആ പർപ്പസിനാണെങ്കിൽ നമുക്ക് ഡിഗ്രി എന്തായാലും വേണം. അത് എല്ലാ ജോബിനും അങ്ങനെയല്ലേ, ഡിഗ്രി അല്ലേ മെയിൻ സംഭവം. അതെ അതെ അതെ. മാഡം, മറ്റൊന്ന്, ഇത് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വരുന്നത്? നമ്മളിപ്പോ 2 years കോഴ്സാണ് ഇപ്പോൾ GISഉം, അതുപോലെ അതിന്റെ റിലേറ്റഡ് കോഴ്സാണ് എർത്ത് റിമോട്ട് സെൻസിങ്. അപ്പൊ എർത്ത് റിമോട്ട് സെൻസിങ്ങും GISഉം എങ്ങനെ അത് കണക്ട് ചെയ്ത് വരുന്നതെന്നുള്ളതൊന്നും മാഡം പറയാൻ പറ്റുമോ? റിമോട്ട് സെൻസിങ് ആണ് നമ്മുടെ GIS. മീൻസ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒബ്ജക്റ്റിനോട്ട് ഒരു ഒബ്ജക്റ്റിനോട്ട് ഒരു ഫിസിക്കൽ ഇന്ററാക്ഷൻ ഇല്ലാണ്ട് ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ആ ഡാറ്റയാണ് നമ്മൾ GISൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ റിമോട്ട് സെൻസിങ് കൊണ്ടുവന്ന സാറ്റലൈറ്റ് ആണെങ്കിലും ഒരു ഡെം ഇമേജ് എന്തോ ആവട്ടെ, ഒരു ഡാറ്റ, ഞാൻ കൂടുതൽ ടെൻഷൻ ആക്കുന്നില്ല. ജസ്റ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് തരുന്ന ഡാറ്റ, ആ ഡാറ്റയിലാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത്. GISന്റെ ആൾക്കാര്, GISന്റെ എഞ്ചിനീയേഴ്സ് ആവട്ടെ, ഇവര് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. ഇപ്പൊ GISനായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് റിമോട്ട് സെൻസിങ് ആണ്. റിമോട്ട് സെൻസിങ്ങും ഏരിയൽ ഫോട്ടോഗ്രാഫിയും ഡിപ്പും ഒക്കെ GISന്റെ ഒരു പോർഷൻ ആണ്. ജസ്റ്റ് ഒരു സാറ്റലൈറ്റ് ഇമേജ് കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും ഒരു പർപ്പസ് വേണം. ആ പർപ്പസ് തരുന്നത് GIS ആണ്. ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് മാഡം? ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? ഇപ്പോ ഫ്യൂച്ചർ അതായത് ഞാൻ പറഞ്ഞത്, GIS എല്ലാവരും വിചാരിക്കുന്ന ന്യൂജൻ കോഴ്സ് ആണ്. പക്ഷെ ഇപ്പൊ നന്നായിട്ട് ഇപ്പൊ എന്റെ ഇപ്പൊ തന്നെ ഓൺലൈൻ ബാച്ചിലെ കുറെ പേര് അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിയിൽ GISന്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ GIS പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അവരൊക്കെ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ ഒരു പ്രായത്തിലും അവരൊക്കെ എനർജി കാണിച്ച് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അവിടെ ഇത്രയും നല്ല അപ്ലിക്കേഷൻസ് ആണോ? അപ്പൊ അവര് പറഞ്ഞു നന്നായിട്ട് GISന്റെ അപ്ലിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം ഉണ്ട്. ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കറന്റ്ലി ഞാൻ പറഞ്ഞു കുറെ പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പം സ്വാമിത്വ ആണെന്നുണ്ടെങ്കിലും രാജസ്ഥാൻ ഗവൺമെന്റിന്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാ പ്രോജക്ട്സ് ഇപ്പൊ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ മാനുവലി ആയിട്ട് ചെയ്യാണ്ട് ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആക്കുന്നതാണ്. ഇപ്പം ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ആവാം, എന്ത് പർപ്പസിനും അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ ചെയ്യുന്നതെല്ലാം സെയിം ആണ്. അപ്പൊ നന്നായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ദിവസം ഞാനൊരു ഡാറ്റ കളക്ട് ചെയ്തു, ഒരു മാപ്പ് ഉണ്ടാക്കി. ഇതാവില്ല, ഈ ഒരു യൂസ് ലാൻഡ് കവർ ആവില്ല ഒരു 2-3 മാസം കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ കൊച്ചി തന്നെ ഓരോ ഡെയിലി മന്ത്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഡാറ്റ ഓരോ ഇയറിലും നമുക്ക് സ്റ്റഡി ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ 2020 ഡാറ്റയും വെച്ചുകൊണ്ട് നമുക്ക് 2025 ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഓരോ ഇയറിലും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഗൂഗിൾ റോഡിലൊക്കെ പുതിയ റോഡ്സ് വരുന്നില്ലേ?
അതെ അതുപോലെ. അതെ അപ്പൊ ഇതിന്റെ ഫ്യൂച്ചറിൽ നന്നായിട്ട് ഈ പരിപാടികൾ നന്നായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ അപ്പോ മാഡം മറ്റൊന്ന്, ഈ നമുക്ക് PG ചെയ്യുന്ന സ്റ്റുഡന്റിനെ ഉം, പ്രൊജക്ട് വർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ എങ്ങനെയാണ് അതിന്റെ പറ്റുമോ? ആ പ്രൊജക്ടിന്റെ ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. പക്ഷെ എങ്ങനെയാ അതിന്റെ പരിപാടി എന്ന് എനിക്കറിയില്ല. അത് ഡിസ്കസ് ചെയ്യേണ്ടി വരും സാറിനോട്. കാരണം ആ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 3 month കോഴ്സാണ്. അപ്പം നമ്മൾ അതല്ലാണ്ടൊരു നമ്മളിപ്പോ PGക്ക് 2 year കോഴ്സാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ അപ്പൊ സ്വാഭാവികമായിട്ടും ആ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്ട് വർക്ക് ഉണ്ടാവുമല്ലോ. ആ ആ അത്തരം പ്രൊജക്ട് വർക്കിൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിച്ചാലും, നമുക്ക് ഡിഗ്രി ചെയ്യുന്ന സമയത്ത് പ്രൊജക്ട് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് ഉം, ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ഉം. അതേപോലുള്ള പ്രൊജക്ട് വർക്കിന് പിന്നെ എന്ത് ഹെൽപ്പാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നത് ഞാൻ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മുന്നേ ഒരു പ്രൊജക്ടിന് ഇതുപോലെ വന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 month കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ആ കോഴ്സ് എടുത്താലേ നമ്മുടെ ഈ ഒരു ആ ലാസ്റ്റ് ഒരു 1 month പ്രൊജക്റ്റ് ഉള്ളൂ. അതല്ലെങ്കിൽ ഓക്കെ ഗൈഡൻസ് പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അവരോട് ചോദിച്ചാൽ മതി, മാമിനോട് ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ മതി. കാരണം ഞങ്ങൾ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടില്ല. പക്ഷെ ഒന്ന് അതിനനുസരിച്ച് നമുക്ക് നോക്കാം, പ്രശ്നമില്ല. ഓക്കെ മാഡം. പിന്നെ ഫീസ് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം? ഫീസിന്റെ ഇതെങ്ങനെയാണ്? വഴികൾ എങ്ങനെയാണ്? ഫീസും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ 35,000 ആണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ നമ്പറിലോട്ട് വിളിച്ച് കൺഫേം ആക്കിയാൽ മതി. ഓക്കെ. അതുപോലെ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ലാസ്റ്റ് ഉണ്ട്. ആ ഇതില് മാഡം ഡ്യൂറിങ് ഡിസാസ്റ്ററും ആഫ്റ്റർ ഡിസാസ്റ്ററും പറഞ്ഞല്ലോ. ആ ഡ്യൂറിങ് ഡിസാസ്റ്റർ എന്താണ് അതെന്താണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത് മാത്രം കഴിഞ്ഞ് കഴിഞ്ഞു. ഡ്യൂറിങ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഡിസാസ്റ്റർ നടക്കുമ്പോൾ ഇപ്പൊ ഒരു ഫ്ലഡ് ആണ് നടക്കട്ടെ, അത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അതായത് അതിന്റെ മെയിൻ ഒറിജിൻ എവിടെയാണ്, അത് എങ്ങോട്ടൊക്കെയാണ് സ്പ്രെഡ് ആയി പോകുന്നത് എന്നുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, റിയൽ ടൈം ഡാറ്റ. അതുപോലെ ആൾക്കാർ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരെ എവിടെയെങ്കിലും ഇവാക്യുവേഷൻ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയി പോകണമെന്നുണ്ടെങ്കിൽ സിഗ്നൽ വേണം. സിഗ്നൽ ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റൂല. സിഗ്നൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയാ, അവര് പ്രോപ്പർ ആയിട്ടുള്ള അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും അങ്ങോട്ടേക്ക് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവാം, റോഡിന് പ്രശ്നം ഇല്ലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ യൂസ് ചെയ്ത് അതിനെ പ്ലാൻ ചെയ്യാനും ഒക്കെ ഡ്യൂറിംഗിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ആഫ്റ്റർ ആണ്. മറ്റൊരു ഈ അഗ്രികൾച്ചറുമായിട്ട് കണക്ട് ചെയ്തില്ല മാഡം? അത് ഒന്ന് ചെറിയൊരു 2 minutes ഒന്ന് പറഞ്ഞാൽ. അഗ്രികൾച്ചറിൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ പ്രിസിഷൻ ഫാമിംഗ് ആയിരുന്നു. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുമ്പോൾ മെഷീൻസും ടെക്നിക്സ് ഒക്കെ ഉണ്ട് യൂസ് ചെയ്യാം. ആ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ആ അഗ്രികൾച്ചറിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഏതാണോ ആ പ്ലാന്റിനെ പ്രോപ്പർ ആയിട്ട് 24/7 അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസേഴ്സിനെ ഫിറ്റ് ചെയ്യാം. സെൻസേഴ്സ് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ ആ സെൻസേഴ്സ് എന്ത് ചെയ്യും, അതിന്റെ ഹെൽത്തിന്, അതായത് പ്ലാന്റ് ഡെഡ് ആയിനോ അല്ലെങ്കിൽ അതിന്റെ ഹെൽത്തി ആണോ, ഒരു പച്ച കളറാണോ ഓറഞ്ച് കളറാണോ ലൈറ്റ് കളറാണോ എന്നൊക്കെ അതിന്റെ കളറിനെ സെൻസ് ചെയ്യാനും, അതിന്റെ പെസ്റ്റ് എന്തെങ്കിലും ഡിസീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പഠിക്കാനും, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് എത്ര ഫെർട്ടിലൈസേഴ്സ് വേണം, അതിന് എത്ര വെള്ളം വേണം എന്നുള്ള പ്രോപ്പർ ആയിട്ട്, നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് വെള്ളം റാൻഡം ആയിട്ട് കുറച്ച് ഫെർട്ടിലൈസേഴ്സും കൊടുക്കരുത്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് നോക്കാനും ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റ് അത് വെച്ചത് മുതൽ അത് ലാസ്റ്റ് ഡെഡ് ആകുന്നത് വരെയുള്ള പ്രോപ്പർ മോണിറ്ററിങ് നടത്തും. അപ്പൊ അത് നടത്തുമ്പോൾ എന്താന്ന് മനസ്സിലാകുന്ന വെച്ചാൽ ആ ചെടിക്ക് എത്ര വെള്ളം വേണം, ആ ചെടിക്ക് എത്ര ഫെർട്ടിലൈസർ വേണം എന്നുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റഡി നടത്താൻ പറ്റും. അത് വെച്ചിട്ട് ബാക്കിയുള്ള പ്ലാന്റ്സിനെ നമുക്ക് ഗ്രോ ചെയ്യാൻ GISന്റെ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ മെയിൻ ആയിട്ട് റിയൽ ടൈം മോണിറ്ററിങ്ങിന് സെൻസേഴ്സ് യൂസ് ചെയ്യാം. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം മാഡം, രാജനാണേ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക്സ് മാഡം. താങ്ക് യു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ സർ? ഇല്ല, ഡൗട്ട്സ് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ പറയൂ. മിസ് ഇല്ലേ, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RGS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ സോഫ്റ്റ്വെയർ നമുക്ക് അവിടുന്ന് തരും, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും പറഞ്ഞു തരും, ഇൻസ്റ്റാളേഷനും ചെയ്തു തരും. അത് ഫ്രീ അല്ലല്ലോ? മീൻസ് കോഴ്സ് ജോയിൻ ചെയ്താല് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതിന് സ്പെഷ്യൽ ഫീ ഇല്ല, കോഴ്സിന്റെ ഫീയേ ഉള്ളൂ.
ഓക്കെ. അപ്പൊ അത് ഇതിൽ കവർ ചെയ്യും അല്ലേ? ആർട്ടിസ്റ്റിൽ എല്ലാം കവർ എങ്ങനെയാണുള്ളത്? എന്ത് ഇത് രണ്ടും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഏത് തമ്മില്? ക്യൂജിസും ആർട്ടിസ്റ്റും? ആർക്കിജിഎസും ക്യൂജിഎസോ? ആ ആർജിഎസും ക്യൂജിഎസിൽ ബേസിക്കലി പറയുന്ന അക്യുറസിയുടെ ഒരു ഡിഫറൻസ് ആണ്. ഇപ്പോ ആർക്കിജിഎസ് ഇപ്പൊ നിങ്ങളോട് പറയും, നിങ്ങളൊരു പ്രൊജക്ട് നിങ്ങൾക്ക് വന്നു, അപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 60% അക്യുറസി മതി എന്നുണ്ടെങ്കിൽ ക്യൂജിഎസ് എടുക്കും. അതല്ല അവർക്ക് ഒരു 90% അക്യുറസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കിജിഎസ് എടുക്കും. അത്രേ ഉള്ളൂ. മെയിൻ ആയിട്ട് അക്യുറസി അത് നമുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും അപ്പൊ ആർക്കിലും ക്യൂലും ഡിഫറൻസ് എന്താന്ന്. പക്ഷെ ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പം ക്യൂജിഎസ് ആണ്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ക്യൂജിഎസിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ആർക്കിജിഎസിൽ കുറച്ചുകൂടി ക്യൂജിഎസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു ഇച്ചിരി ഒരു 0.01% കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നല്ല അക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ അതിലങ്ങോട്ട് വഴങ്ങിയാൽ പിന്നെ സെറ്റാണ്. അങ്ങനെ വലിയ ടെൻഷൻ ഒന്നുമില്ല. എല്ലാ സോഫ്റ്റ്വെയർസിനെയൊക്കെ പോലെ തന്നെയുള്ള സോഫ്റ്റ്വെയർസ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്.